പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമം ഈ അനുഗ്രഹീതമായ നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മകളുടെ നടുവിൽ എനിക്കും കർത്താവിൻ്റെ നാവുമായി നിൽപ്പാൻ കർത്താവ് ഒരുക്കിയ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവദാസൻ നേരത്തെ ഉദ്ധരിച്ചതുപോലെ ഞങ്ങൾക്ക് മുൻ പരിചയങ്ങൾ ഒരുപാടില്ല. കർത്താവിൻ്റെ ശ്രേഷ്ഠ ദൈവദാസി പ്രിയ ജ്യോതിസ് ആൻറ്റി മുഖാന്തരമാണ് ഈ ദൈവദാസനെ പരിചയപ്പെടുവാൻ കർത്താവ് സഹായിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയ കർത്താവിൻ്റെ ദാസനെ ശാരീരിക അസ്വസ്ഥതയോ ബന്ധപ്പെട്ട് തൻ്റെ ഭവനത്തിൽ പ്രാർത്ഥിക്കുവാനായി കടന്നു വരുവാൻ കർത്താവ് അവസരമൊരുക്കി. പ്രിയ ദേവദാസിൻ്റെ വൈഫിൻ്റെ പിതാവ് ഞങ്ങൾക്ക് അദ്ദേഹവുമായി ചില കൂട്ടായ്മകൾ കൂടുവാൻ കർത്താവ് സഹായിച്ചു. ശേഷം ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മയിൽ സഭയിലെ പ്രാർത്ഥനയിൽ എന്നെയും ക്ഷണിച്ചതോർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നും നാളെ പകലുമായി നിങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനവും കർത്താവിൻ്റെ സാക്ഷ്യവുമായി നിൽപ്പാൻ എൻ്റെയും ജീവിതത്തിൽ ഒരുക്കിയ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ ക്ഷണിച്ച പ്രിയ ദൈവദാസൻ കുടുംബം, ഇവിടെ സന്നിധരായിരിക്കുന്ന മറ്റെല്ലാ സഹോദരീ സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള വന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മളോട് സംസാരിപ്പാൻ അവൻ മതിയായ ദൈവമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ലോകം മുഴുവനും ക്രൈസ്തവരായ ജനം യേശുക്രിസ്തുവിൻ്റെ ഈ ഉയർപ്പും ഒക്കെ ആഘോഷിച്ച് സാമ്പത്തികമായൊക്കെ ചെലവഴിച്ച് എന്തെന്നറിയാതെ അവർ ആരാധിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ അതെന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അറിഞ്ഞ് ആരാധിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു മരിച്ചതിൻ്റെയും ഉയർത്തതിൻ്റെയും ഒക്കെ മഹത്വം എന്താണെന്ന് തിരിച്ചറിയുന്നവരാണ് നാം ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ മരണമാണ് നമ്മെയും ക്രിസ്തുവിലേക്ക് ആനയിച്ചത്, ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിച്ചത്. യേശുവിൻ്റെ ഉയർപ്പാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. നാം ഇന്നും പ്രതികൂലങ്ങളുടെ നടുവിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കാൻ കാരണം നമ്മുടെ പ്രാണപ്രിയൻ വരുമെന്നുള്ള പ്രത്യാശയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധി നമുക്ക് ഒരുമിച്ചിന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ ഈ രാത്രി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് താമസമെങ്കിൽ ഇന്ന് രാത്രിയിലും നാളെ പകലിലുമായി നിങ്ങളുമായി ചിന്തിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ ഉത്തരങ്ങളിൽ തന്ന തിരുവചന വാക്യ ശകലത്തിലേക്ക്, ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം. ആർക്കെങ്കിലും ദൈവത്തിന് സ്തോത്രം ആർക്ക് വായിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മതി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ. ഒടുവിൽ അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടു. ഹല്ലേലൂയ. ആമേൻ. ദൈവാലയത്തിൽ വെച്ച് അവനെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും വായ്കളിൽ തുറന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ അധരങ്ങളും തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. എല്ലാ അധരങ്ങളും തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവസന്നിധി എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. വായ്കളെ തുറന്ന് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൻ്റെ നിറവിൽ ചില മിനിറ്റുകൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം
നമ്മുടെ മേൽ കർത്താവ് പകരേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ കണ്ണുകളും അടച്ച് എല്ലാ വായികളും തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഷൗട്ട് ടു ദ ലോർഡ്. ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, ഞാൻ ജഡത്തിലും പ്രാർത്ഥിക്കും, ആത്മാവിലും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഞാൻ ജഡത്തിലും ആരാധിക്കും, ആത്മാവിലും ആരാധിക്കും. ഞാൻ ജഡത്തിലും പ്രസംഗിക്കും, ആത്മാവിലും പ്രസംഗിക്കും. ജഡത്തിൻ്റെ പ്രാർത്ഥനയും ജഡത്തിൻ്റെ ആരാധനയും അല്പസമയം നമുക്ക് മാറ്റിവെക്കാം. ആത്മാവിൻ്റെ നിറവിൽ ഒരു നിമിഷം ദൈവമക്കൾ സ്തോത്രം ചെയ്താട്ടെ. ശക്തിയോടെ എല്ലാ ദൈവമക്കളും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൻ്റെ നിറവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ ചില മിനിറ്റുകൾ സ്തോത്രം ചെയ്താട്ടെ. റാഖബ ശംദരാദനാദിയ അഡബലഗഡഗദലഗഡഗസി അംദനാദനാദിയ റഗഡഗസിഹ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. വാഴ്ചകളെയും അധികാരങ്ങളെയും ഈ ലോകത്തിലെ ദുഷ്ടാത്മസേനയും ജയിച്ച ആ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്ന ദൈവമക്കൾ അവൻ ശക്തിയോടെ അവനെ സ്തുതിച്ചാട്ടെ. ഉഡാബ ശംദര മനാധിയ അടരാധിയാന്ത പ്രബലാസി അസ്തനാദരാധിയ. നന്മകൾക്കെതിരെ, അനുഗ്രഹങ്ങൾക്കെതിരെ, വാഗ്ദത്തങ്ങൾക്കെതിരെ, വിടുതലുകൾക്കെതിരെ, മുൻപോട്ടുള്ള ഗമനങ്ങൾക്കെതിരെ നിന്നെ തടയുന്ന ചില ദുഷ്ടന്റെ ആധിപത്യങ്ങളെ ചില അതിർവരമ്പുകളെ ഈ രാത്രി സ്വർഗം പൊട്ടിച്ചെറിയുകയാണ്. നിന്റെ ലക്ഷ്യസ്ഥാനം കാണാതെ നിന്നെ വഴിതെറ്റിച്ചു വിടുന്ന, നിന്റെ നന്മകളിൽ എത്താതെ വണ്ണം നിന്നെ വഴിതെറ്റിച്ചു വിടുന്ന ദുഷ്ടന്റെ ആധിപത്യങ്ങൾ ഉടയട്ടെ. ഓ റബാ ശംദര ഖബാരിഹ റശഖനിയന്തുന റബസി അസ്തനാദന അറബലഗഡഗ ജലഗഡഗസി അംദനാദന. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഈ സഭയുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവ് എനിക്കൊരു വെളിപ്പാട് തരികയാണ്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഏകദേശം 20 അടിയോളം പൊക്കമുള്ള ഒരു സർപ്പം പണമുയർത്തി ഈ സഭയ്ക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ, ഹല്ലേലൂയ, അവൻ ചീറ്റുന്ന അനുഭവം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിൻ്റെ തിരുസാന്നിധ്യം ശക്തമായി വെളിപ്പെടുകയാണ്. അവൻ നിനക്കെതിരെ ചീറ്റുന്ന, നിനക്കെതിരെ ശബ്ദമുയർക്കുന്ന ചിലതിൻ്റെ ആധരങ്ങളെ സ്വർഗം അടയ്ക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ. ചില നന്മകൾ തുറന്നു വരികയാണ്, ചില നന്മകൾ തുറന്നു വരികയാണ്. നിന്റെ കുടുംബത്തെ ശൂന്യമാക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടന്റെ ആധിപത്യങ്ങൾ തകരുകയാണ്. നിന്നെ കണ്ണുനീർ കുടിപ്പിക്കുമെന്ന് നിനക്ക് നന്മ തരികയില്ലെന്ന് വാദിക്കുന്ന ചില ദേശത്തിന്റെ വാതുകെട്ടുകളെ എന്റെ ദൈവം എടുത്തു മാറ്റി ജയത്തിന്റെ കരം നീട്ടുകയാണ്. വീട്ടിനകത്തുള്ള ചില ശൂന്യതകൾ ഇന്ന് രാത്രിയും അമേ ദൈവം എടുത്തു മാറ്റുകയാണ്. നിന്നെ ഒരു കിടക്ക രോഗിയാക്കി, നിന്നെയോട് കിടക്ക രോഗിയാക്കി നിന്റെ നന്മകളെ മുഴുവനും ചോർത്തിക്കളയുവാൻ ശ്രമിക്കുന്ന ദുഷ്ടന്റെ ആധിപത്യങ്ങൾ ഇപ്പോൾ ഉടയട്ടെ. നിന്നെ ഒരു കുറ്റക്കാരിയാക്കി, നീയാണ് കാരണമെന്ന് നിന്നെ വിലയിരുത്തി നിന്നെ കണ്ണു
കണ്ണുനീർ കുടിപ്പിക്കുവാൻ ശ്രമിക്കുന്ന, നിന്നെ കുറ്റക്കാരിയാക്കി നീയാണ് കാരണക്കാരി എന്ന് പറഞ്ഞ് മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി നിന്നെ നിന്ദിക്കുന്ന ചില മാനുഷിക വ്യക്തികളുടെ മുൻപിൽ ഞാൻ നിന്നെ ജയാളിയായി നടത്തുമെന്ന് ചില വിദൂരങ്ങളുടെ നന്മ പോലും മുടക്കിക്കളയുന്ന ഊട്ടന്റെ ആധിപത്യങ്ങൾ ഇന്ന് പകൽക്കാലം സ്വർഗം ഉടച്ചു മാറ്റുകയാണ്. യെസ്, கண்ணீரை காண்பவரே, சுகம் தருபவரே, ஏசையா சுகம் தருபவரே, ஏசையா விண்ணப்பத்தை கேட்பவரே, என் கண்ணீரை காண்பவரே, சுகம் தருபவரே, ஏசையா சுகம் தருபவரே, ஏசையா உன்னால் கூடும் எல்லாம் கூடும், ஒரு வார்த்தை சொன்னால் போதும். உன்னால் கூடும் எல்லாம் கூடும், ஒரு வார்த்தை சொன்னால் போதும். ஐயா ஒரு வார்த்தை சொன்னால் போதும், ஐயா ஒரு வார்த்தை சொன்னால் போதும். விண்ணப்பத்தை கேட்பவரே, என் கண்ணீரை காண்பவரே, சுகம் தருபவரே, ஏசையா சுகம் தருபவரே, ஏசையா என் நோய்களை சிலுவையிலே சுமந்து தீர்த்தீரையா, என் நோய்களை சிலுவையிலே சுமந்து தீர்த்தீரையா, ஐயா சுமந்து தீர்த்தீரையா, ஐயா சுமந்து தீர்த்தீரையா. கேட்பவரே, என் கண்ணீரை காண்பவரே, சுகம் தருபவரே, ஏசையா சுகம் தருபவரே, ஏசையா சித்தமுண்டு சுத்தமாக என்று சொல்லி சுகமாக்கி நீ, சித்தமுண்டு சுத்தமாக என்று சொல்லி சுகமாக்கி நீ, என்று சொல்லி சுகமாக்கி நீ, ஐயா என்று சொல்லி சுகமாக்கி நீ. விண்ணப்பத்தை கேட்பவரே, சுகம் தருபவரே, ஏசையா oh the Holy Spirit, தருபவரே, ஏசையா என் நோய்களை
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ കൃപ ഈ രാത്രി ചലിക്കട്ടെ. ഈ രാത്രി സ്വർഗം ശക്തമായ ആലോചന പറയുന്നു. മരണം നിന്നെ പിടിക്കാൻ വന്നപ്പോൾ, നിന്നെ വലിച്ചഴച്ചു കൊണ്ടുപോകാൻ വന്നപ്പോൾ, ആ മരണത്തിന്റെ കൈകളെ തട്ടി മാറ്റി ജീവനോടെ പരപ്പിൽ, ഈ ഭൂമിയുടെ പരപ്പിൽ നിന്നെ ആക്കിയിരിക്കുന്ന ദൈവം ശക്തിയുള്ളവൻ. ഇന്നുകളിൽ നീ അനുഭവിക്കുന്ന ചില വേദനകൾ, ദുഃഖങ്ങൾ, അത് തീരാൻ സമയമായി. ദൈവാത്മാവിന്ന് രാത്രി പറയുന്നു, വരുന്ന 3 മാസത്തിനകം വെച്ച് ചില വിടുതലുകൾ നിന്റെ മേൽ ചെയ്യാൻ പോകുകയാണ്. മോശ കൈ ഉയർത്തി പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ആമേ കൈ ഉയർത്തി നിൽക്കുമ്പോൾ ആമേ ഇസ്രായേൽ ജനം ജയിച്ച് പടയിൽ ജയമുണ്ടാകും. മോശയുടെ കൈ താണു തുടങ്ങിയപ്പോൾ പടയ്ക്ക് പട തോറ്റു തുടങ്ങി. എന്നാൽ മോശയുടെ കൈ ഉയർത്തിപ്പിടിക്കേണ്ടതിന് ആമേ കാലേബും യോശുവയും ആ പർവ്വതത്തിലേക്ക് കയറി ചെന്നു. ആമേ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, ചില പടകൾ ജയിക്കേണ്ടതിന്, ചില യുദ്ധങ്ങൾ ജയിക്കേണ്ടതിന് ഒരു താങ്ങായി, തണലായി ആമേ നിന്റെ കരമുണ്ടാകണമെന്ന്, സഭയ്ക്കൊരു അനുഗ്രഹമായിരിക്കണമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് കൈമാറുകയാണ്. അനേകർ തളർത്തി കളയുമ്പോൾ, അനേകർ അപേക്ഷത ഇടിച്ചു കളയുമ്പോൾ, ഞാൻ നിന്നിലൂടെ ഒരു പണി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹിച്ചതും ആഗ്രഹിക്കാത്തതുമായ പലതും നിന്നെ അഭിമുഖീകരിക്കുമ്പോൾ ഈ രാത്രി സ്വർഗം ദൂത് പറയുന്നു, ആമേ സ്തോത്രം, ശാന്തത വന്നതുകൊണ്ട് അവൻ ആഗ്രഹിച്ച തുറമുഖത്തെത്തി. അതെ, നീ ആഗ്രഹിക്കുന്ന നിലവാരത്തിലല്ല, ദൈവം നിന്നെ ഒരു തുറമുഖത്തെത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ശാന്തത വന്നതുകൊണ്ട് ചില ശാന്തതകൾ നിന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാൻ പോകുകയാണ്. ചില ഉറപ്പുള്ള ചില മേഖലകൾ ഞാൻ നിനക്ക് വേണ്ടി തുറക്കുന്നു എന്ന് ഈ രാത്രി സ്വർഗം ആലോചന പറയുകയാണ്. ഈ പ്രാരംഭങ്ങളിൽ തന്നെ പരിശുദ്ധാത്മാവ് ശക്തമായി അവന്റെ ആത്മസാന്നിധ്യത്തെ ചലിപ്പിക്കുന്നു. ഓ, അപകരിച്ച ചില നന്മകളെ ദൈവം മടക്കി തരികയാണ്. നിന്നിൽ നഷ്ടപ്പെട്ടു പോയ ചിലതിനെ അവൻ ഇന്ന് രാത്രി മടക്കി തരികയാണ്. നിന്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തി, ഓ നിന്റെ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ചില മന്ത്രവാദ ശക്തിയെ ഇന്ന് രാത്രി സ്വർഗം ഉടച്ചു മാറ്റുന്നു. ഇന്ന് രാത്രിയിൽ ശക്തമായ ചില വിടുതലുകളെ അവൻ കൽപ്പിക്കുകയാണ്. ഓ ജീസസ്, പരിശുദ്ധാത്മാവ് ഈ രാത്രി ശക്തമായി ദൂത് പറയുന്നു. 2021 ആരംഭങ്ങൾ നീ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ട വ്യക്തിയാണ്. എന്നാൽ എൻ്റെ ദൈവം വിട്ടുകൊടുക്കാതെ അവന്റെ ചില പ്രവർത്തികൾക്ക് വേണ്ടി ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു എന്ന് ഓ റബല ശഖറദിയാര അന്തരമന സിക്കോനിയാന്തനദിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ
ഉടബലഗടക ജലഗടക സിയന്തനാദരാദിയ റഷഖമനി അന്തനാദനാദിയ. ആമേൻ, സ്തോത്രം. നഥനയേലേ, ആമേൻ, നീ അത്തിയുടെ ചുവട്ടിലിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടിരുന്നു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി സ്വർഗം ദൂത് പറയുന്നു, ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. എൻ്റെ അവസ്ഥകൾ ആരും കാണുന്നില്ല, എൻ്റെ വിഷയത്തിന് ആർക്കും മറുപടി തരാനില്ല. എന്നാൽ സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, 2024 സെപ്റ്റംബർ മാസം കഴിയുമ്പോൾ നിന്റെ വിഷയങ്ങൾക്ക് ഞാൻ പരിഹാരം വരുത്തുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ആലോചന പറയുന്നു. ഒരു വലിയ സഹപാഠികളുടെ വലിയൊരു കൂട്ടുകെട്ടുകളുടെ അകത്ത് നിന്നാണ് ഞാൻ നിന്നെ വേർതിരിച്ചത്. അവരുടെ മുൻപിൽ തല താഴ്ത്തുവാനല്ല, തല ഉയർത്തിപ്പിടിച്ച് ദൈവം എനിക്ക് പ്രകാരം ചെയ്തു എന്ന് പറയത്തക്കവണ്ണം എൻ്റെ കരത്തെ ഞാൻ നിനക്ക് അനുകൂലമായി ചലിപ്പിക്കുമെന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ആലോചന കൈമാറുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, തിമോത്തിയോസേ, എന്റെ കൈവപ്പിനാൽ നീ പ്രാപിച്ച ദൈവത്തിന്റെ കൃപയെ നീ ജ്വലിപ്പിക്കണം. യെസ്, നിന്റെ അകത്ത് കൃപയുണ്ട്, നിന്റെ അകത്ത് പകർന്നൊരു അഭിഷേകമുണ്ട്, നിന്റെ അകത്ത് പകർന്നൊരു വെളിപ്പാടുണ്ട്. പക്ഷെ അതിനെ മൂടിക്കളയാനല്ല, കുഴിച്ചു മൂടാനല്ല, അതിനെ നീ വർദ്ധിപ്പിക്കണം, അതിനെ നീ ജ്വലിപ്പിക്കണം. ചില പട്ടണങ്ങളെ, ചില ദേശങ്ങളെ പിടിച്ചൊതുക്കാൻ നിന്റെ അകത്തിരിക്കുന്ന ചില വീര്യമായ ദൈവപ്രവൃത്തിയെ ഞാൻ പുറത്തെടുക്കുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് കൈമാറുകയാണ്. Oh Jesus, we praise the Lord. Rabba Shamthara Kabarabalagadaga Jalagadagadala. Jesus name, hallelujah. പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ശാന്തസുന്ദരമായ നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി ദൈവത്തിൻ്റെ തിരുസന്നിധി ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളുടെ അഭിഷേകത്തിൻ്റെ കരം ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കണമേ. നിന്റെ നല്ല സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ രാത്രത്തെ യോഗം ഈ ദേശത്തിലെ പൈശാചിക ശക്തികൾക്ക് ഒരു പ്രഖരമായി, ഒരേറ്റാഠിയായി, അവൻ താളടിയായി പോകുന്ന രാത്രിയാകുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ വലിയ മഹത്വം ഞങ്ങളുടെ മേൽ പകരണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ, കൃപയിൽ പൊതിയണമേ. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേ. കരവും ശബ്ദമുയർത്തി നമ്മുടെ കർത്താവിനെ ഒരിക്കൽ കൂടെ സ്തുതിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവാത്മാവ് തരുന്ന ദൂതുകൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ദൈവ വചനത്തിലേക്ക് ഇന്ന് രാത്രി കടന്നു ചെല്ലാം. ഇതൊരു പബ്ലിക് മീറ്റിംഗ് അല്ലാത്തത് കൊണ്ട് ഞാൻ വളരെ സന്തോഷിക്കുന്നു. കാരണം ദൈവത്തിന് സ്തോത്രം, ദൈവജനത്തോട് ദൈവത്തിന് പറയാൻ ഒരുപാടുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവജനത്തോട് ദൈവത്തിന് പറയാൻ ഒരുപാടുണ്ട്. അതുകൊണ്ട് അത് കേൾക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നമ്മളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്, നമ്മുടെ കർത്താവിന് നമ്മളോട് ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടമുള്ള ആരോടാണ്? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ചിലരോട് ചോദിച്ചാൽ പറയും, എൻ്റെ കൂട്ടുകാരിയോടാണ് എനിക്ക് സംസാരിക്കാൻ ഏറ്റവും ഇഷ്ടം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു പഴയ സുഹൃത്ത്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സംസാരിക്കാൻ അധിക സമയമില്ല,
ആരുമില്ല. 24 മണിക്കൂറും അവളെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടുകാരിയോടാണ് സംസാരിക്കാൻ ഇഷ്ടം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ശല്യപ്പെടുത്തണ്ട, സംസാരിച്ചോട്ടെ, വീട്ടിൽ അടിയെങ്കിലും കുറഞ്ഞിരിക്കുമല്ലോ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ. ഹല്ലേലൂയ. നമ്മൾ ശല്യപ്പെടുത്തണ്ട. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, ആരോട് സംസാരിക്കാൻ നമുക്ക് ഇഷ്ടമാണെങ്കിലും ദൈവത്തോട് സംസാരിക്കാൻ നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എടുത്തിരിക്കുന്ന തിരുവചനത്തിലേക്ക് എനിക്ക് ആമിഷൊന്നും കടന്നു വരുന്ന ആഗ്രഹമുണ്ട്. അല്പസമയം നമുക്ക് തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കയർന്നു ചെല്ലാം. ഞാൻ ഈ ഏറെക്കുറെ തമിഴ്നാട് ഭാഗങ്ങളിലാണ് ശുശ്രൂഷകൾക്ക് വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഈ തമിഴ്നാട് വന്നു കഴിഞ്ഞ ഒരു പ്രത്യേകതയുണ്ട്. തമിഴ്നാട് വന്നു കഴിഞ്ഞാൽ ഒരു ഹല്ലേലൂയ സൊല്ലുങ്കെ അപ്പടി സൊന്നാ മട്ടുന്താ നിങ്ങൾ ഹല്ലേലൂയ സൊല്ലും. അതുകൊണ്ട് ഞാൻ ഹല്ലേലൂയ സൊല്ലാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഹല്ലേലൂയ സൊല്ലാൻ വേണ്ടി ഇരിക്കണ്ട. നിങ്ങൾ ഈ യോഗം തീരുന്നത് വരെ ചൊല്ലിക്കൊണ്ടിരിക്കണം കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ദൈവത്തെ സ്തുതിക്കുന്നതാണ് ഏറ്റവും വലിയ മനോഹരമായ കാര്യം. ഹല്ലേലൂയ. എൻ്റെ മലയാളം നിങ്ങൾക്ക് പുരിയുന്നുണ്ടല്ലോ അല്ലേ? സ്തോത്രം. ഇല്ലെങ്കിൽ കൈപൊക്കണം, ഞാൻ തമിഴ് പ്രസംഗിക്കാം. അറിയത്തില്ല, അറിയാവുന്നുള്ള ഭാഷയിൽ പ്രസംഗിക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ വായിച്ച തിരുവചന ഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമായ, നമുക്കെല്ലാവർക്കും അറിയാകുന്നുള്ള, പലപ്പോഴും നമ്മൾ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള, പലപ്പോഴും നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ വായിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ദൈവദാസന്മാരൊക്കെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ 38 വർഷം കൊണ്ട് കുളക്കരയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വേദഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്നെ ഏൽപ്പിച്ച ചില ദൂതുകൾ മാത്രമാണ് അതിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. സമയം നമ്മുടെ മുമ്പിലില്ലാത്തത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. കർത്താവ് അനുവദിച്ചാൽ നാളെ അതിൻ്റെ ബാക്കി ഭാഗം എന്നവണ്ണം നമുക്ക് ശുശ്രൂഷിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ എടുത്തിരിക്കുന്ന ഭാഗം നമുക്കറിയാം. ഒരു മനുഷ്യൻ ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചിരിക്കുകയാണ്. ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നത് ദീർഘവർഷങ്ങൾ ഒരു കുളത്തിൻ്റെ സൈഡിൽ കിടന്ന് ഹല്ലേലൂയ വർഷങ്ങൾ, 1 2 അല്ല, 38 വർഷം രോഗിയായി ബലഹീനനായി കിടക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചിരിക്കുകയാണ്. ദൈവത്തിന് വർഷങ്ങൾ വിഷയമേ അല്ല, ദൈവത്തിന് വിഷയം നാം ഓരോരുത്തരുമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് രോഗം ഒരു വിഷയമല്ല, ദൈവത്തിന് വർഷങ്ങൾ ഒരു വിഷയമല്ല, ദൈവത്തിന് വിഷയങ്ങളുടെ പഴക്കം ഒരു വിഷയമല്ല. ദൈവത്തിന് ഇന്ന് രാത്രി മനസ്സുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ അടുക്കലും ഇറങ്ങി വരും. ഹല്ലേലൂയ. മനസ്സുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ സൗഖ്യമാക്കും. നമുക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവ് നമ്മെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥകൾക്കെല്ലാം കർത്താവ് വ്യതിയാനം തരും. വിശ്വസിക്കുന്നവർ കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. വിഷയം വേറൊന്നുമല്ല, ഈ മനുഷ്യൻ ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചു. സൗഖ്യം പ്രാപിച്ച് അവൻ തുള്ളിയും ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവാലയത്തിലേക്ക് വന്നു. ദൈവാലയത്തിലേക്ക് വന്നപ്പോൾ സംഭവിച്ചത് എന്താണ്? അവൻ ചിന്തിച്ചത്, ഞാൻ ഇത്രയും വർഷം ദൈവത്തിന് സ്തോത്രം അവൻ രോഗിയായി കിടന്നു, ഇവർക്ക് പലർക്കും എന്നെ അറിയാം, ഞാൻ സൗഖ്യം പ്രാപിച്ചു വരുമ്പോൾ ഇവരെല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്നാണ് അവൻ കരുതിയത്. പക്ഷേ അവൻ്റെ ചിന്തകൾക്ക് വിപരീതമായി ഒരു ചോദ്യമുണ്ടായി. ഹല്ലേലൂയ. ആ ചോദ്യം ഇതാണ്: നിന്നോട് ഇന്ന് സൗഖ്യം പ്രാപിക്കാൻ ആരാ പറഞ്ഞ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സൗഖ്യം കിട്ടിയത് അവർക്കൊരു വിഷയമല്ല. ഇന്ന് രാത്രി നീ നന്മ പ്രാപിക്കുന്നത് മറ്റുള്ളവർക്കൊരു വിഷയമേ അല്ല. നീ നല്ല വീട് വെക്കുന്നത് മറ്റുള്ളവർക്കൊരു വിഷയമല്ല. നിന്റെ മക്കൾ നല്ല എഡ്യൂക്കേഷൻ പ്രാപിക്കുന്നത് മറ്റുള്ളവർക്ക് വിഷയമല്ല. നീ ശുശ്രൂഷയിൽ ഉയർന്നു വരുന്നത് മറ്റുള്ളവർക്കൊരു വിഷയമല്ല. നിന്റെ വർഷങ്ങളുടെ കടബാധ്യത മാറുന്നത് മറ്റുള്ളവർക്കൊരു വിഷയമല്ല. നിന്റെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ നടക്കുന്നത് മറ്റുള്ളവർക്കൊരു വിഷയമല്ല. പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം: നിന്നെ യേശു ഏറെ സ്നേഹിക്കുന്നു. അവന് നിന്റെ വിഷയങ്ങൾ വലുതാണ്. അതുകൊണ്ടാണ് നമ്മൾ മറ്റാരടുത്തും പോകാതെ അവന്റെ സന്നിധിയിൽ തന്നെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാ ബൈബിൾ വിളിച്ചു പറയുന്നത്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ എന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു എന്നുറപ്പുള്ളവർ ആ കരമടിച്ചെന്ന്
രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറിന്റെ മുഖത്തല്ല ഞാൻ നോക്കിയിരിക്കുന്നത്, ഒരു രാഷ്ട്രീയക്കാരന്റെ മുഖത്തല്ല ഞാൻ നോക്കിയിരിക്കുന്നത്, ഒരു മനുഷ്യന്റെ മുഖം നോക്കിയല്ല ഇന്ന് രാത്രി ഞാൻ വന്നിരിക്കുന്നത്, ഒരു അഭിഷിക്തന്റെ മുഖം നോക്കിയല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് എന്നെ സൗഖ്യമാക്കുവാനും എന്നെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുവാനും കെൽപ്പുള്ള അധികാരമുള്ള യേശുവിന്റെ അടുക്കലാണ്. നിന്റെ മുഖം ലജ്ജിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മുഖം ലജ്ജിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. Praise the Lord. Hallelujah. അവനോട് ചോദിക്കുകയാണ്, നിന്നോടിന്ന് സൗഖ്യം പ്രാപിക്കാൻ പറഞ്ഞതാരാണ്? Praise the Lord. ഹല്ലേലൂയ. എന്തൊരു മനസ്സാ നോക്കി അവര്, അല്ലേ? നമ്മുടെ സഭയിലൊക്കെ, ഞാനൊരു സഭയിലെ പാസ്റ്റൂടാണ്, ഞാനൊരു കൺവെൻഷൻ പ്രാസംഗികനാണ്, സ്തോത്രം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സഭയിലെ പാസ്റ്റൂടാണ്. അപ്പോൾ സഭയിൽ നമ്മളൊരു ഇങ്ങനെയൊക്കെ ഒരു പ്രാർത്ഥന ക്രമീകരിക്കുമ്പോൾ ചിലരെങ്കിലും ചോദിക്കും, ഇപ്പം ഈ പ്രാർത്ഥനയുടെ വല്ല കാര്യമുണ്ടോ? സ്തോത്രം. ഇത് 40 ദിവസം പ്രാർത്ഥന അല്ലേ? ചിലരുടെ ഉള്ളിലെങ്കിലും വന്ന് കാണും. കഴിഞ്ഞ മാസം ഒരു പ്രാർത്ഥന നടത്തി, പെട്ടെന്ന് ഇനി ഇങ്ങനെ ഒരു പ്രാർത്ഥന ആവശ്യമുണ്ടോ? ഒരല്ലേ പറഞ്ഞാട്ടെ. നമ്മളെ ചോദിക്കുന്നത് നമുക്ക് വലിയ പ്രയോജനമൊന്നുമല്ല. മീറ്റിംഗ് വെച്ചാൽ പൈസ കൊടുക്കണ്ടേ, കാണിക്ക കൊടുക്കണ്ടേ, എല്ലാവരും കൊടുക്കും പോലെ നമ്മളും കൊടുക്കണ്ടേ? കൊടുക്കാൻ മടിച്ചിട്ടാ ചിലർ ചോദിക്കും, നിന്നോട് ഇന്ന് ഇതിൻ്റെ വല്ല കാര്യവും ഉണ്ടോ? നിങ്ങളിവിടെ ഉണ്ടോ? നിങ്ങളെല്ലാം കർത്താവിന് വേണ്ടി കൊടുക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന് വേണ്ടി കൊടുക്കുന്നവരല്ലേ പറഞ്ഞാട്ടെ. അല്ലേ? ചിലർ മാത്രമേ ഉള്ളൂ കൊടുക്കാത്തവരെ. കൊടുക്കുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദശാംശം കൊടുക്കുന്നവരെ കരയുയർത്തിയാട്ടെ. ഉണ്ടോ? ബാക്കിയെല്ലാം കള്ളന്മാരും കള്ളികളായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മുഖമൊന്നും വിയക്കണ്ട, ഞാനൊരു സത്യം പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിന്നോടിന്ന് സൗഖ്യം പ്രാപിക്കാൻ ആരാ പറഞ്ഞത്? കാര്യം എന്തെന്നറിയാമോ? അവൻ സൗഖ്യം പ്രാപിച്ച ദിവസം എന്ന് പറയുന്നത് ശബത്ത് ദിവസമാണ്. മോശയുടെ ന്യായപ്രമാണം സംബന്ധിച്ച് ശബത്ത് ദിവസത്തിൽ ഒരു മനുഷ്യൻ സൗഖ്യം പ്രാപിക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. വെള്ളിയാഴ്ച ഇന്ന് രാത്രി 6 മണി, വൈകുന്നേരം 6 മണി തുടങ്ങി നാളെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, വൈകുന്നേരം 6 മണി വരെ 24 മണിക്കൂറാണ് ഒരു ശബത്ത് എന്ന് പറയുന്നത്. ഈ ശബത്ത് എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസമാണ്. ഹല്ലേലൂയ. ഈ ആരാധിക്കുന്ന ദിവസത്തിൽ ഒരു കാളയോ കഴുതയോ കിണറ്റിലോ കുഴിയിലോ വീണാൽ എടുക്കാൻ പാടില്ല. ആടിനോ മാടിനോ വെള്ളം കൊടുക്കാൻ പാടില്ല. ശബത്ത് ദിവസം വേലയ്ക്ക് പോകാൻ പാടില്ല. നമ്മളാണേ അന്നേ ജോലിക്ക് പോകൂ. നമ്മൾ പറയും, ആര് തരാനാ? ആവശ്യം ഓവർ ടൈം വരെ നമ്മൾ ചെയ്ത് ആരാധന വരെ മുടക്കി നമ്മൾ പോകും. എന്തേലും ലാഭം ഉണ്ടോയെന്ന് ചോദിച്ചാൽ പിന്നത്തേതിൽ പരിശോധിച്ചാൽ അറിയാം, ഒരു ലാഭം ഉണ്ടാകുകയില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, ശബത്ത് ദിവസത്തിൽ യാതൊരു ജോലിയും ചെയ്യാൻ പാടില്ല. എൻ്റെ പരിചയത്തിൽ ഒരുപാട് പേര് ഇസ്രായേലിലുണ്ട്. ഒരു കുടുംബം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അവർ വെള്ളിയാഴ്ച രാവിലെ ദൈവത്തിന് സ്തോത്രം ജോലിക്കെല്ലാം പോയിട്ട് വൈകുന്നേരം അവരെ വീട്ടിൽ വെള്ളിയാഴ്ച വൈകുന്നേരത്ത് ഇടുന്ന ലൈറ്റിൻ്റെ സ്വിച്ച് ആവശ്യം, ഹല്ലേലൂയ, ശനിയാഴ്ച രാവിലെ അവർ ഓഫ് ചെയ്യത്തില്ല. അത് ഓഫ് ചെയ്യുന്നത് ശനിയാഴ്ച ശബത്ത് ആരാധന കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെയാണ്. അവരെ വീട്ടിലെ ലൈറ്റിൻ്റെ സ്വിച്ച് പോലും അവർ ഓഫ് ചെയ്യുന്ന ദൈവത്തിന് എന്ന് പറഞ്ഞാൽ
അത്ര ഗൗരവമായി ദൈവം പറഞ്ഞിരിക്കുന്ന മോശ മുഖാന്തരം കൊടുത്ത ഒരു കൽപ്പനയാണ് ശബത്തിനെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുക, ശബത്തിനെ ലംഘിക്കാൻ പാടില്ല. ഈ തിരുവെഴുത്തുകളെ ഹൃദയത്തിൽ ആഘ്വാനിച്ചിട്ട് ഈ തിരുവെഴുത്തുകളെ പഠിച്ചിട്ട് ആ തിരുവെഴുത്തുകളിൽ ഊറ്റം കൊണ്ടിട്ട് ശാസ്ത്രിമാരും പരീശന്മാരും സദൂക്യരുമായ കുറച്ച് പേരാണ് ഇവന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നത്, ഇന്ന് നിന്നോട് സൗഖ്യം പ്രാപിക്കാൻ ആരാ പറഞ്ഞത്? മോശയുടെ ന്യായപ്രമാണം സംബന്ധിച്ച് ശബത്തിൽ ഇതൊന്നും പാടില്ല. ആരാണ് നിന്നെ സൗഖ്യമാക്കിയത്? അവന്റെ മറുപടി കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഹല്ലേലൂയ. അവൻ കൊടുത്ത മറുപടി കേൾക്കണോ? എന്നെ സൗഖ്യമാക്കിയത് ആരെന്ന് എനിക്കറിയില്ല. സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ഞെട്ടിപ്പോയി. 38 വർഷം കൊണ്ട് കുളക്കരി കിടന്ന മനുഷ്യൻ സൗഖ്യം പ്രാപിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് സൗഖ്യം കൊടുത്തവൻ ആരെന്നറിയണ്ടേ? നമ്മളാണ് ചോദിക്കത്തില്ലേ? ഇന്ന് എന്നെ ചോദിച്ചില്ലേ ഇന്ന് വരുന്ന പാസ്റ്റർ ആരാന്ന് ചോദിച്ചു കാണത്തില്ലേ? ഇനി അടുത്തൊരു ഉപവാസ പ്രാർത്ഥന വെച്ച് നമ്മൾ ചോദിക്കും അടുത്ത ഗസ്റ്റ് പാസ്റ്റർ ആരും നമ്മൾ ചോദിക്കത്തില്ലേ? പക്ഷെ ഈ സൗഖ്യം പ്രാപിച്ചവന് സൗഖ്യമാക്കിയവനെ അറിയില്ല. എൻ്റെ ചിന്ത, ഒരു ദൂത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ. യേശു ക്രിസ്തുവിനെ അറിയാത്തവന് ഇത്ര വലിയ വിടുതലെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ ദൂത് പറയാം. യേശു ക്രിസ്തുവിനെ അറിയാത്തവന് ഇത്ര വലിയ വിടുതലെങ്കിൽ യേശു ക്രിസ്തുവിനെ നന്നായി രുചിച്ചറിഞ്ഞ നമുക്ക് അവൻ എത്രയധികം വിടുതലുകളെ നൽകാതിരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൂതിക്കേറി പിടിച്ചോണം. അവൻ യേശുവിനെ അറിയത്തില്ല, അവൻ ഇത്ര വലിയ വിടുതൽ കിട്ടി. പക്ഷെ എനിക്ക് യേശുവിനെ അറിയാം. അവൻ എൻ്റെ രക്ഷകനാണ്, അവൻ എൻ്റെ പാപത്തെ കഴുകിയവനാണ്, അവൻ എൻ്റെ പാപത്തിന് വേണ്ടി യാഗമായി തീർന്നവനാണ്, അവൻ ദൈവത്തിന്റെ പുത്രനാണ്, അവൻ ഇന്നും എനിക്ക് വേണ്ടി അതിശയങ്ങൾ ചെയ്യുന്നവനാണ്. അവന്റെ വചനത്തിന്റെ ശക്തി എൻ്റെ സന്ധിമജ്ജകളിൽ, മാംസപേശികളിൽ, രക്തധമനികളിൽ വിടുതലയിക്കുവാൻ മതിയായതാണ്. എനിക്ക് അവനെ നന്നായി അറിയാം. അതുകൊണ്ട് എനിക്ക് ഇന്ന് രാത്രി ഒന്നറിയാം, എൻ്റെ വിടുതൽ വലുതാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഇന്ന് രാത്രി പറ, എൻ്റെ യേശുവിനെ ഞാൻ നന്നായി രുചിച്ചറിയുന്നു, അതുകൊണ്ട് എൻ്റെ വിടുതൽ വലുതാണ്. ഓ ജീസസ്, ഹല്ലേലൂയ. എൻ്റെ കർത്താവിനെ എനിക്ക് നന്നായിട്ട് അറിയാം. അതാണ് പലതിനും കുഴപ്പം. സ്തോത്രം പറഞ്ഞാണ്. നമുക്ക് എന്തൊക്കെ അറിയാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പം. കർത്താവിൻ്റെ മുമ്പിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിക്കാമോ? ചില വിടുതലുകൾ നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ, ഈ യേശു ക്രിസ്തു ക്രൂശീകരിക്കപ്പെടുന്നതിന് ഒക്കെ മുമ്പ് ദൈവത്തിന് സ്തോത്രം, യേശു യെരുശലേമിലേക്ക് വരികയാണ്. എവിടെ? എല്ലാവരും പറഞ്ഞേ, യെരുശലേമിലേക്ക് വരിക. എന്തിനാ വരുന്നറിയാമോ? 5-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിക്കും. നമുക്കറിയാം, യെരുശലേമിൽ യഹൂദന്മാരുടെ ഉത്സവത്തിനായി യേശു വരുന്നു. ആരുടെ? ഈ യഹൂദന്മാർക്കായിട്ടൊരു ഉത്സവം എന്തില്ല? ബൈബിളിൽ ഇല്ല. പിന്നെ ഈ ഉത്സവങ്ങളെല്ലാം ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. ഉൽപ്പത്തി പുസ്തകവും ലേവ്യ പുസ്തകവും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, പുറപ്പാട് പുസ്തകം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേൽ ജനത്തോട് കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ഉപവാസം ഇസ്രായേൽ ജനത്തിന് ഒരു ഉത്സവമായിരിക്കണം. അങ്ങനെയെങ്കിൽ ഉത്സവം ആചരിക്കാൻ അധികാരമുള്ള ഒരു കൂട്ടരേ ഉള്ളാര്? ദൈവത്തിൻ്റെ ജനം. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥന ഒരു ഉത്സവമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ചിലരിതൊന്ന് തീർന്ന് കിട്ടിയാ മതിയെന്ന് ആഗ്രഹിക്കുന്നു അല്ലേ?
ദൈവത്തിൻ്റെ സ്തോത്രം. ഓരോ പ്രാർത്ഥനകളും ഓരോ ആരാധനകളും നമ്മൾ ഉത്സവങ്ങളാക്കി മാറും. ഉത്സവം എന്ന് പറഞ്ഞാൽ ഈ ലോക മനുഷ്യർ കാണിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആ പ്രതിനിധി, ആ അതേ അനുഭവം എന്ന് പറഞ്ഞാൽ കർത്താവിനെ ആരാധിക്കാനും കർത്താവിന് കേൾക്കുവാനും കർത്താവിന് കൊടുക്കുവാനും അവനെ പ്രതീക്ഷിക്കുവാനും അവനിൽ ആശ്രയിക്കുവാനുള്ള വെമ്പൽ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകണമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എന്തായാലും യേശു ആ ഉത്സവത്തിന് വരികയാണ്. എവിടെ? യെരൂശലേമിൽ. അപ്പോൾ യെരൂശലേമിലേക്ക് വന്നപ്പോൾ അവിടെ നമ്മുടെ അതിന് 2-ാമത്തെ വാക്യം, 5-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവിടെ ആട്ടുവാതിക്കൽ ബെഥെസ്ദ എന്നൊരു കുളം ഉണ്ട്. ആ വാക്യം തമിഴൊന്ന് വായിക്കാമോ? മതി. ദൈവത്തിന്റെ സ്തോത്രം. ആട്ടുവാതിക്കൽ ബെഥെസ്ദ എന്നൊരു കുളം അവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ആട്ടുവാതിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാകത്തില്ല. ഈ ആട്ടുവാതിൽ എന്ന് പറയുന്നത് നെഹമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം തുടങ്ങി 1 മുതൽ 3 വരെ അധ്യായങ്ങൾ വായിച്ച് പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനം ആരാധിച്ച ആലയം ഏതാണ്? യെരൂശലേം ദേവാലയം. ഈ യെരൂശലേം ദേവാലയത്തിന്റെ ചുറ്റിലും ഒരു മതിലുണ്ട്. എന്തുകൊണ്ട്? ഒരു മതിൽ. നമ്മുടെ എല്ലാം വീട്ടിൽ എന്തുണ്ട്? മതിലുണ്ട്. പണ്ടൊന്നും നമ്മുടെ ഒന്നും വീട്ടിൽ മതിലുകളില്ല. പണ്ടൊക്കെ ഞങ്ങളുടെ ദേശമൊക്കെ മതിലുകളില്ല. എല്ലാ വീടും കാണാം. ഒരു വീട്ടിൽ നോക്കിയാൽ തന്നെ എല്ലാ വീടുകളും കാണാം. അതുകൊണ്ട് എല്ലാവരും അറിയായിരുന്നു. അതുകൊണ്ട് ഇന്ന് തൊട്ടടുത്ത വീട്ടിൽ ആര് താമസിക്കുന്നു പോലും അറിയത്തില്ല. ചിലർ പിന്നെ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം നമ്മുടെ സ്വഭാവം അനുസരിച്ച് അയ്യോ അവിടെ ആര് താമസിക്കുന്ന പോലും അറിയണ്ട, അവർ ജീവിച്ചങ്ങ് പോട്ടെ, നമ്മളിത് വഴി അങ്ങ് ജീവിച്ചോട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ബൈബിൾ വായിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുകയാണ്, ഇസ്രായേൽ ജനം ഒരു വീട് പണിതാൽ ആ വീട്ടിന് ഒരു കൈമതിലുണ്ടാകണം എന്ന് പറഞ്ഞാൽ വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാതെ പെട്ടെന്നൊരു ശത്രു വന്നാൽ, ഒരു കള്ളനോ ശത്രുവോ വീട് ആക്രമിക്കാൻ വന്നാൽ പെട്ടെന്ന് വീട്ടിലോട്ട് അതിക്രമിച്ചു കടക്കാതിരിക്കാൻ ഒരു കൈമതിലുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ എല്ലാം വീട്ടിൽ കൈമതിലുണ്ടോ? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കൈമതിലുണ്ടോ? കൈമതിലെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയെ കാണിക്കുന്നു. ഹല്ലേലൂയ. ശത്രു പെട്ടെന്ന് അകത്ത് കയറാതെ, ശത്രു പെട്ടെന്ന് നമ്മളെ ആക്രമിക്കാതിരിക്കാൻ ദൈവം വെച്ചൊരു വ്യവസ്ഥയാണ് വ്യക്തിപരമായ പ്രാർത്ഥന. ഹല്ലേലൂയ. ആ വ്യക്തിപരമായ പ്രാർത്ഥന എന്ന കൈമതിൽ അനേകരുടെ ജീവിതത്തിൽ ഇടിഞ്ഞു കിടക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ എനിക്ക് നിങ്ങളോട് വലിയ ഗൗരവമായി പറയാനുള്ള ഒരു വിഷയമാണ് വ്യക്തിപരമായി പ്രാർത്ഥന എന്ന കൈമതിൽ. ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇടിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി അതിനെ പണിയാനാണ് സ്വർഗം നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ചിലരുടെ ജീവിതത്തിൽ നോക്കിയാൽ അറിയാം, അവർ സഭാരാധന മുടക്കില്ല, ഉപവാസ പ്രാർത്ഥന മുടക്കില്ല, ഒരു കൂട്ടായ്മ മുടക്കത്തില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായി പ്രാർത്ഥന കാണുകയില്ല. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എന്തേലും വിഷയം വന്നാൽ നോക്കി അവർ നേരെ ഫോൺ എടുക്കും, പാസ്റ്റർ വിളിക്കും. സ്തോത്രം. ഇനി പാസ്റ്റർ കയ്യിൽ നോക്കിയാലും ചോദിക്കും, ഏതേലും പ്രവാചകൻ ഉണ്ടോ? നിങ്ങളിവിടെ ഉണ്ടോ? സ്തോത്രം. എൻ്റെ സഭയിൽ ഞാൻ ജനത്തെ പഠിപ്പിച്ചൊരു കാര്യമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ആദ്യ ഫോണെടുത്ത് എന്നെ നിങ്ങൾ വിളിക്കരുത്. സ്തോത്രം. നിങ്ങൾ ഞങ്ങളോട് പറയണം, അത് വേറെ കാര്യം. സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങൾക്കൊരു വിഷയമുണ്ടായാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിനകത്തോട്ട് കയറി നിങ്ങളുടെ വീട്ടിൻ്റെ അകത്തോട്ടൊരു പായിട്ട് മുട്ടുമടക്കി നീയും യേശുവുമായി സംസാരിക്കാൻ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ അയക്കുന്ന ദൈവം നീ പ്രാർത്ഥിച്ചാലും നിന്റെ പായിൽ ഇറങ്ങി വന്ന് നിന്നെ വിടുവിപ്പാൻ ശക്തിയുള്ളവനാണെന്ന് മറന്നു പോകരുത്. നീ പ്രാർത്ഥിക്കുന്ന നിന്റെ മുറിക്കകത്ത് നീ ഇരിക്കുന്ന പായിൽ എൻ്റെ യേശു ഇറങ്ങി വന്ന് നിന്നോട് വ്യക്തിപരമായി സംസാരിക്കാനും നിന്നെ വിടുവിക്കാനും അവൻ മതിയായവനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ ചിലർ തയ്യാറായേ മതിയാകൂ. മുമ്പൊക്കെ ഒരു 5-10 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. പ്രഭാത പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? ചിലര് പ്രഭാത പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? പ്രഭാത പ്രാർത്ഥന, രാവിലെയുള്ള പ്രാർത്ഥന. പ്രഭാതം തമിഴിലെന്താ പറയുന്നത്? അതികാല്. അതികാല്. അതികാല് പ്രാർത്ഥിക്കാറുണ്ടോ? എപ്പോഴാ അതികാല്? 8 മണിക്ക് അല്ലേ? നമ്മുടെയൊക്കെ അതികാലം 8 മണിക്കാണ്. സ്തോത്രം. നമ്മൾ ചിലരെ അധികാലം കണ്ടിട്ട് പോലുമില്ല. പണ്ടത്തെ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ രാവിലെ 3 മണിക്ക് 4 മണിക്ക് 5 മണിക്കൊക്കെ എഴുന്നേറ്റ് ഉഷകാലം നാം എഴുന്നേൽക്കുക പരമേശുവേ സ്തുതിപ്പാൻ, ഉഷകാലം നാം എഴുന്നേൽക്കുക പരമേശുവേ സ്തുതിപ്പാൻ. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? എനിക്ക് അതിൽ ഒരു ഇഷ്ടമുള്ള വരിയുണ്ട്. മൃഗജാലങ്ങൾ സമയത്തു നീ മൃഗത്തെക്കാളും നിർവിചാരിയായി ഉറങ്ങാതെൻ്റെ എന്നുവെച്ചാൽ മൃഗത്തെക്കാളും കഷ്ടമായിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങി നിന്റെ സമയം കളയല്ലെന്നാണ്. നിങ്ങളിവിടെ ഉണ്ടോ? സ്തോത്രം. ചിലരൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അങ്ങനെ രാവിലെ പ്രാർത്ഥിക്കണോ വാസ്തവ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെയൊക്കെ പിള്ളേരിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നത് അറിയാമോ? അപ്പം മൊബൈലും കൊണ്ട് കസേരയിൽ, അമ്മ ഇപ്പുറത്ത് TV-യുടെ റിമോട്ടും കൊണ്ട്. പിള്ളേർക്ക് ഇപ്പോൾ പ്രാർത്ഥന കണ്ടുപഠിക്കാനൊന്നും പറ്റുന്നില്ല. ഒന്നുകിൽ അപ്പൻ അമ്മയുടെ കൊങ്ങയ്ക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്നതോ ഇല്ലെങ്കിൽ അമ്മ അപ്പനെ കുനിച്ചിർത്തി ഇടിക്കുന്നതൊക്കെ കണ്ട പിള്ളേർ രാവിലെ എഴുന്നേൽക്കുന്നത്. നിന്റെ തലമുറ നീ പ്രാർത്ഥിക്കുന്നത് കണ്ടെഴുന്നേൽക്കട്ടെ. നിന്റെ തലമുറ ദൈവത്തിന് നീ വേദപുസ്തകം വായിക്കുന്നത് കണ്ടെഴുന്നേൽക്കട്ടെ. നിന്റെ തലമുറ അവരുടെ ഭാവി തലങ്ങളിൽ ദൈവത്തെ അന്വേഷിക്കുന്നവരും ദൈവത്തെ സേവിക്കുന്നവരുമായി തീരട്ടെ. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. നമ്മുടെ തലമുറ, അടുത്ത തലമുറ ദൈവത്തെ ചുമക്കാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ബൈബിൾ കോളേജിൽ പോകാൻ വിദ്യാർത്ഥികളില്ല. ബൈബിൾ കോളേജുകളെല്ലാം അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ക്ലാസ്സുകളായിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്തുകൊണ്ടെന്നറിയാമോ? നമ്മുടെ മക്കൾക്കൊന്നും നമ്മൾ പലരും മാതൃകയുള്ളവരല്ല. നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്തായി തീരണം? മാതൃകയുള്ളവരായി തീരണം. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ. അപ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥന എന്തിനാണ്? ദൈവത്തോട് സംസാരിക്കാനാണ് പ്രാർത്ഥന. പ്രാർത്ഥന ആരെയും കാണിക്കാനുള്ളതല്ല. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രാർത്ഥന ആരെയും കാണിക്കാനുള്ളതല്ല. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷം കഴിയും. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ, ഒരാഴ്ചയായപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, നിങ്ങൾ പാസ്റ്ററല്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് മനസ്സിലായി, ഇവള് പുതുതല്ലേ അല്ലേ, കല്യാണം കഴിഞ്ഞ് വന്നല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലെ പല കാര്യവും പഠിച്ചു വരുമ്പോൾ ഇച്ചിരി പുത്തനച്ചി പുരപ്പുരം തൂക്കും എന്ന് പറഞ്ഞ് വന്ന് കയറി ഉടനെ നമുക്ക് എല്ലാം ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. കുറച്ച് സമയം എടുക്കും. ചിലർ എത്ര വർഷമായാലും പഠിക്കുകയില്ല. സ്തോത്രം. ഇപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും. മൊബൈലിൽ
1:45 അലാറം വയ്ക്കാൻ പറഞ്ഞു. എൻ്റെ പ്രാർത്ഥനാ സമയം 2 മണിയാണ്. കാരണം ഞങ്ങൾ ഈ ദീർഘദൂരങ്ങൾ യാത്ര ചെയ്ത് പിന്നെ ക്ഷീണിച്ചൊക്കെ വന്ന് വീട്ടിൽ കയറി ഉടനെ ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റും. അതുകൊണ്ട് സ്വസ്ഥമായി ശാന്തമായി ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്ന സമയമാണ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് കണ്ടെടുത്ത്. അല്ലാതെ പിള്ളേരെല്ലാം ബഹളം കാണിക്കുന്നതിൻ്റെ ഇടയിലല്ല നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കാനിരിക്കാൻ. ചിലരങ്ങനെയുണ്ട്. പിള്ളേരെല്ലാം ബഹളം കാണിക്കുന്നതിൻ്റെ ഇടയിൽ ചെന്ന് പിള്ളേരെ മിണ്ടാതിരിക്കും, പ്രാർത്ഥിക്കട്ടെ. നിന്നോട് ബഹളം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ പ്രാർത്ഥിക്കാനിരിക്കാൻ ആരാ പറഞ്ഞു? സ്തോത്രം, ഹല്ലേലൂയ. മനസ്സിലാകും? പ്രാർത്ഥന ദൈവത്തോട് വ്യക്തിപരമായി സംസാരിക്കാനുള്ളതാണ് പ്രാർത്ഥന. എൻ്റെ ഒരു ചോദ്യം, കർത്താവുമായി നീ സംസാരിച്ചിട്ട് എത്ര ദിവസമായി? അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരിമാരെ, യുവാക്കളെ, യുവതികളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, കർത്താവുമായി സംസാരിച്ചിട്ട് എത്ര ദിവസമായി? എത്ര ദിവസമായി? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഒരു തീരുമാനം എടുക്കണം. ആരോട് സംസാരിച്ചില്ലെങ്കിലും കുറച്ച് സമയം മാറിയിരുന്ന് എൻ്റെ കർത്താവുമായി സംസാരിക്കാൻ ഇന്ന് രാത്രി ഞാൻ ഒരു തീരുമാനമെടുക്കും. എന്താ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നടക്കാത്തത്? എന്താ പല വിഷയങ്ങളും നമ്മുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകത്തെന്നറിയാമോ? യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് അത് സംഭവിക്കുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിയേ, നിങ്ങൾ അവനോട് മാറിയിരുന്ന് മണിക്കൂറുകൾ ദൈവത്തോട് സമയം ചെലവഴിച്ചു നോക്കിയേ, ചില വിഷയങ്ങൾ നിന്റെ മുൻപിൽ നിന്ന് പർവ്വതങ്ങൾ താളടിയാകുന്നത് പോലെ ആ വിഷയങ്ങൾ മാറിപ്പോകുന്നത് നിനക്ക് കാണാൻ കഴിയും. ഈ രാത്രി തീരുമാനമെടുക്ക്, എൻ്റെ യേശുവുമായി ഞാൻ സംസാരിക്കാൻ തയ്യാറാകുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ബൈബിൾ കോളേജിൽ പോയ സമയത്ത് ഒരു ദിവസം 6 മണിക്കൂർ പ്രാർത്ഥിക്കുമായിരുന്നു. ബൈബിൾ കോളേജിൽ നടക്കുന്ന കാര്യമല്ല കേട്ടോ. സ്തോത്രം. ത്രൂ ആയിട്ടല്ല, അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ സമയം കണ്ടെത്തി 6 മണിക്കൂർ ഒരു ദിവസം ബൈബിൾ കോളേജിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു ശുശ്രൂഷകനായി മാറി. ഞാനിന്ന് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച പലരെയും ഞാൻ കാണാറുണ്ട്. ചിലർ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ. തെറ്റല്ല, ജോലി ചെയ്യുന്നത് തെറ്റല്ല. ഏതെങ്കിലും ഡ്രൈവർമാരായിരിക്കും ഏതെങ്കിലും കമ്പനിയിലെ. വിദേശ രാജ്യത്ത് നിന്നപ്പോൾ ഞാൻ കണ്ടു, ദൈവത്തിന് സ്തോത്രം, ഒരു കമ്പനിയിലെ ഡ്രൈവറായിട്ട് ജോലി. തെറ്റല്ല. പക്ഷേ ദൈവവുമായിട്ട് നിനക്ക് ബന്ധമുണ്ടെങ്കിൽ, കർത്താവുമായിട്ട് നീ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അവനുമായി സംസാരിക്കാൻ നീ സമയം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെയും നിന്റെ സന്തതിയെയും ദൈവം ഉയർത്തി ഏതെല്ലാം നിലയിൽ മാനിക്കുമെന്നുള്ളത് ലോകം ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ദൈവത്തിൻ്റെ കൃപ അതിശയകരമായി നമ്മളിൽ വെളിപ്പെടാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ മമ്മിയുടെ 13 വർഷത്തെ പ്രാർത്ഥനയാണ് ഞാൻ ദൈവകൃപയിൽ വന്നത്. എൻ്റെ സാക്ഷ്യം പറയാൻ സമയമില്ല, 2-3 കാര്യങ്ങൾ പറയാം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നിരവധി കേസുകളിൽ പ്രതിയായി കേരളത്തിൽ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഗുണ്ടകളുടെ രാത്രി രക്തം ചൊരിയിക്കുന്ന കാവൽ നാക്കളെ പോലെ മനുഷ്യ ശരീരത്തെ പച്ചയ്ക്ക് വെട്ടിമുറിക്കാൻ ഹൃദയം പാകമാക്കി കൊട്ടേഷൻ സംഘത്തിൽ അകപ്പെട്ട് ജീവിതം നിരാശയിലേക്ക് പോയപ്പോൾ 1999 മഹാരാഷ്ട്ര സത്താറ ബൂയിഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കേസിൽ പ്രതിയായി ഒരു ടയർ റിമോളിംഗ് കമ്പനിക്കകത്ത് ഒളിവിൽ കിടക്കുമ്പോഴാണ് യേശുവിൻ്റെ സ്നേഹം എന്നിൽ തേടി വന്ന. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അപ്പൻ 20 വർഷം വിദേശത്തായിരുന്നു. ആഹാരത്തിനോ വസ്ത്രത്തിനോ മാന്യതകൾക്കോ യാതൊന്നിനും കുറവില്ലായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ എൻ്റെ അപ്പൻ ഒരു ഹൈന്ദവ മാർഗത്തിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്. എൻ്റെ മമ്മി ഒരു CSI വിഭാഗത്തിൽ ജനിച്ചു
ജനിച്ചു വളർന്ന ഒരു സഹോദരിയായിരുന്നു. പക്ഷേ എൻ്റെ മമ്മിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷം എൻ്റെ മമ്മി അസംബ്ലീസ് ഗോഡ് സഭയിലെ ഒരു വിശ്വാസിയായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ ആരാധിച്ച സമയത്ത് പ്രതികൂലങ്ങളേറി. വിദേശത്തിരുന്ന് എൻ്റെ അപ്പൻ എൻ്റെ മമ്മിക്ക് എഴുതി, നീ മേലിൽ പള്ളിയിൽ പോകരുത്, എൻ്റെ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കരുത്, യേശുവിൻ്റെ പുറകെ പോകരുത്. എൻ്റെ മമ്മി ലെറ്ററിൽ തിരിച്ചിങ്ങനെ എഴുതി, നിങ്ങൾ എന്നെ വിവാഹമോചനം ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ യേശുവിനെ വിടത്തില്ല. ഹല്ലേലൂയ. ആ ലെറ്റർ വായിച്ച എൻ്റെ അപ്പൻ 7 വർഷം എൻ്റെ മമ്മിക്ക് പൈസ അയക്കാതിരുന്നു. കഷ്ടതകളുടെ നടുവിൽ, പ്രതികൂലത്തിൻ്റെ നടുവിൽ പശുവിനെ വളർത്തി പുല്ല് പറിച്ച് ഞങ്ങളുടെ ബാല്യകാലം ഞങ്ങളെ ശ്രേഷ്ഠകരമായി എൻ്റെ മമ്മി ഞങ്ങളെ നടത്തി. കുടുംബ വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നു. ഒരു പച്ച കട്ട കെട്ടിയ വീട്ടിൽ കിടക്കേണ്ടി വന്നു യേശുവിനെ അറിഞ്ഞതിൻ്റെ പേരിൽ. ഹല്ലേലൂയ. എനിക്കൊരു സഹോദരിയുണ്ട്. എൻ്റെ സഹോദരി കേരളത്തിൽ ചെങ്ങന്നൂർ എന്ന സ്ഥലത്ത് അവർ ദൈവവേലയുമായി ബന്ധപ്പെട്ടായിരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം ഞാനും എൻ്റെ സഹോദരിയൊക്കെ രാത്രി വീട്ടിൽ കിടക്കുമ്പോൾ ആകാശത്തിലെ നക്ഷത്രം, ഈ ലൈറ്റ് എണ്ണുന്നത് പോലെ, നിങ്ങൾ എണ്ണാമോ ലൈറ്റ്? ഈ ലൈറ്റ് എണ്ണുന്നത് പോലെ ഞങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് കിടക്കുമ്പോൾ പായി കിടക്കുമ്പോൾ ലൈറ്റ് എണ്ണി നക്ഷത്രം എണ്ണിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മഴ പെയ്യുമ്പോൾ ഒരു തുള്ളി വെള്ളം പുറത്തു പോകത്തില്ല. എവരി റോഡ് ടു ദ റോം എന്ന് പറഞ്ഞ പോലെ എല്ലാ റോഡുകളും റോമിലേക്ക് എന്ന പോലെ മമ്മി എല്ലാ മുറിയിൽ നിന്ന് ഒരു ചാലുണ്ടാക്കി അടുക്കളയ്ക്ക് വലിയൊരു കുഴി കുഴിച്ച് ഈ ചാലെല്ലാം ഇതിലേക്ക് ബന്ധിക്കും. വെള്ളമെല്ലാം വരുമ്പോൾ ഞാനും എൻ്റെ സഹോദരിയും കൂടെ പാത്രത്തിൽ കോരിക്കളയും. അത് കഴിയുമ്പോൾ വലിയൊരു കുഴിയാണ്. അപ്പോൾ എൻ്റെ സഹോദരി പറയും, മമ്മി നമുക്കിവിടെ വാഴ വയ്ക്കാം, അത്ര വലിയ കുഴിയാകും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡിലെ ചെമരങ്ങ് ഇടിഞ്ഞു വീഴും. പച്ചക്കട്ടയല്ലേ, ചെളിയല്ലേ, ദൈവത്തിന് വെള്ളം നനയുമ്പോൾ ഇടിഞ്ഞങ്ങ് വീഴും. പിറ്റേ പ്രഭാതത്തിൽ ഞങ്ങൾ കാണുന്നത് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോട് അത് വാങ്ങി ഹല്ലേലൂയ പാടുമെന്ന് പാടുന്ന പാട്ട് പാടി ആ ചെളി കൊണ്ട് ആ ഹോൾ അടയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് കഷ്ടതയുടെ നടുവിലും യേശുവിനെ തള്ളിപ്പറയാൻ അനുവദിക്കാതെ ആ കഷ്ടതയെ മുറുകെ പിടിച്ച് യേശുവിനെ പിൻഗമിക്കാൻ ഞങ്ങളുടെ മമ്മി തയ്യാറായി. ഹല്ലേലൂയ. പക്ഷേ എൻ്റെ ബാല്യകാര്യമെല്ലാം പാപത്തിൽ അകപ്പെട്ടു പോയി. കഞ്ചാവും ഹാഷിഷും കറുപ്പും ഹാലിലൊക്കെ അടിച്ച് മദ്യത്തിൻ്റെ ലഹരിയിൽ ദൈവത്തിന് ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ കുത്തൊഴുക്കിൽ ജീവിച്ചപ്പോൾ എൻ്റെ മമ്മിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. സഭയിലെ എല്ലാ സഹോദരിമാരെയും എല്ലാ ചൊവ്വാഴ്ച ദിവസവും വീട്ടിൽ വിളിച്ചു വരുത്തി തലമുറകൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി മാത്രമല്ല എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വിഷയം എൻ്റെ വിഷയമാണെങ്കിൽ പോലും മറ്റുള്ള എല്ലാ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ കൂടെ പ്രാർത്ഥിച്ച സഹോദരിമാർക്കൊരു കാര്യം മനസ്സിലായി, ഇവനായിസ് ഗുണപ്പെടത്തില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് എൻ്റെ മമ്മിയെടുത്ത് പറഞ്ഞു, ഇനി നീ പ്രാർത്ഥിക്കണ്ട, ദൈവം അവനെ തൊട്ടോളും. അങ്ങനെ കൂടെ പ്രാർത്ഥിച്ചവരെല്ലാം പ്രാർത്ഥന നിർത്തി അവർ വീട്ടിൽ പോയി. ഹല്ലേലൂയ. പിന്നെ അവർ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാതെയായി. കാരണം പ്രാർത്ഥിച്ച് അവരും മടുത്തു. പക്ഷെ എൻ്റെ മമ്മി മടുത്തില്ല. ദൈവത്തിന് സ്തോത്രം. രാത്രി ഞാൻ മദ്യം കുടിച്ച് മദ്യം വിറ്റ് മദ്യത്തിൻ്റെ ലഹരിയിൽ രാത്രി 1 മണിക്കും 2 മണിക്കൊക്കെ വീട്ടിൽ മദ്യത്തിൻ്റെ ലഹരിയിൽ വന്നു കയറുമ്പോൾ ഞാൻ കാണുന്നത് മമ്മി കട്ടിലിൻ്റെ സൈഡിലിരുന്ന് മുട്ടിന്മേലിരുന്ന് 2 കൈയും ഉയർത്തി, ദൈവമേ എൻ്റെ മകൻ നിമിത്തം ഞാൻ നിന്ദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അലറി കരയുന്ന മമ്മിയാണ് ഞാൻ കാണുന്നത്. ദേഷ്യത്തിൽ വീട്ടിനകത്ത് വന്ന് എൻ്റെ മമ്മിയുടെ തല പിടിച്ച് ചമരിലോട്ടടിച്ച് കയ്യിലിരിക്കുന്ന ബൈബിൾ വലിച്ചു കീറിക്കളഞ്ഞ് മേലിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞ് വീടൊരു ഭ്രാന്താലയമാക്കി ഒരു ഭ്രാന്തനെ പോലെ അലറി വിളിച്ച് ഞാൻ ഇറങ്ങിപ്പോകുമായിരുന്നു. ഞങ്ങളുടെ വീട് പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പുൽപ്പായ എടുത്തിട്ട് 2 സൈഡിൽ നിന്ന് മണ്ണ് വാരി മുകളിലോട്ടെറിഞ്ഞ് ഒരു ഭ്രാന്തിയെ പോലെ എനിക്ക് വേണ്ടി അലറി കരയുന്ന മമ്മിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ ചിന്തിച്ചു, ഈ തള്ളയ്ക്ക് ഭ്രാന്താണോ എനിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ? പക്ഷെ ഇന്നൊരിക്കൊരു കാര്യം മനസ്സിലായി, നീണ്ട കണ്ണുനീരിൻ്റെയും കഠിനതയുടെയും നുറുക്കത്തിൻ്റെയും പ്രാർത്ഥനയാണ് ഈ മൈക്കും പിടിച്ച് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി ഒരു ദൂത് ഞാൻ പറയാം, നിന്റെ പ്രാർത്ഥന നിർത്തരുത്, നിന്റെ ഉപവാസം നിർത്തരുത്. നിന്റെ പ്രാർത്ഥന അതിൻ്റെ മറുപടി നിന്റെ കൂടാരത്തിൽ കൊണ്ടുതരാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ഈ രാത്രി ഭർത്താവിന് വേണ്ടി
വേണ്ടി, മദ്യപാനിയായ ഭർത്താവിന് വേണ്ടി, മാനസാന്തരപ്പെടാത്ത തലമുറകൾക്ക് വേണ്ടി, പാപിയായ മനുഷ്യർക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കരയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ വിളിച്ചു പറയാം, പ്രാർത്ഥനയ്ക്കൊരു മറുപടിയുണ്ട്. ഉപവാസത്തിനൊരു മറുപടിയുണ്ട്, യാചനയ്ക്കൊരു മറുപടിയുണ്ട്. ആ മറുപടി നിശ്ചയമായി എൻ്റെ ദൈവം ചെയ്യുന്നവനാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തോട് പറ, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. മീഹ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ദൈവത്തിനായി കാത്തിരിക്കും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി വിടുവിക്കുന്ന സർവശക്തനായ ദൈവം, ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത്, കൈമതിൽ എന്ന് പറയുന്നത് വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് എളുപ്പമാണ് ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. പക്ഷെ വേറിട്ടിരുന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങൾ നിങ്ങളുടെ വിഷയം മാത്രം പ്രാർത്ഥിക്കരുത്. ചിലർ കുഴപ്പമുണ്ട്, സഭയ്ക്ക് വേണ്ടി ചിലർ പ്രാർത്ഥിക്കത്തില്ല, സഭയിലെ പാസ്റ്ററിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. ഈ ദിവസങ്ങളിൽ ഞാൻ പറയാം, നിങ്ങൾ ആരാധിക്കുന്ന സഭയ്ക്ക് വേണ്ടിയും സഭയിലെ ദൈവദാസനും കുടുംബത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കാരണം അവർ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു, അവർ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അവർ നിങ്ങളുടെ കുടുംബങ്ങൾ തകർന്നു പോകാതിരിക്കാൻ, നിങ്ങളുടെ മക്കൾ നശിച്ചു പോകാതിരിക്കാൻ അവർ രാപ്പകലില്ലാതെ അവർ കരയുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു സിമ്പിൾ ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ വീട്ടിൽ പാസ്റ്റർ ഒരു മാസം വിസിറ്റിങ്ങിന് വന്നില്ലെങ്കിൽ നമുക്ക് സങ്കടമല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് സൂസി എന്നൊരു സഹോദരിയുടെ വീട്ടിൽ പാസ്റ്റർ വന്നപ്പോൾ പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു, പാസ്റ്റർ പെട്ടെന്ന് പോയി. പിറ്റേ ആഴ്ച സൂസിയുടെ വീട്ടിൽ വന്നു, എൻ്റെ വീട്ടിൽ പാസ്റ്റർ വന്നില്ല. അല്ലല്ലേ പറഞ്ഞാട്ടെ. എനിക്ക് തിരിച്ചൊരു ചോദ്യം, നമ്മൾ പാസ്റ്റർ വീട് വിസിറ്റ് ചെയ്തവരെ പോയിട്ടുണ്ടോ? പണി പോയി. നമ്മുടെ വീട്ടിൽ പാസ്റ്റർ വിസിറ്റിങ് വന്നില്ല, സങ്കടമാണ്. നമ്മൾ പാസ്റ്റർ വീട് എന്തെങ്കിലും വിസിറ്റ് ചെയ്യാൻ പോകാറുണ്ടോ? ഇതുവരെ പോയിട്ടുണ്ടോ? ഇവിടുത്തെ ദൈവദാസ ശാരീരികമായ അസ്വസ്ഥതയിലാണ്, പലരും പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ഞാൻ ചോദിക്കുന്നു, ദൈവദാസനെ കാണാനും ഒന്ന് പ്രാർത്ഥിക്കാൻ ഇതുവരെ പോയിട്ടുണ്ടോ? ഉണ്ടോ? പോയില്ലെങ്കിൽ നീ ലോകത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സഭയിലെ പാസ്റ്റർ ശാരീരിക അസ്വസ്ഥതയിൽ കിടക്കുമ്പോൾ നീ ചെന്നൊന്ന് നല്ല വാക്ക് പറഞ്ഞ് കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, അടുത്ത് ചെന്നിരുന്ന് നല്ല വാക്ക് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ നീ എന്ത് വിശ്വാസിയാണ്? സ്തോത്രം. ഈ ലോകത്തുള്ള ഏത് വലിയ ദൈവദാസന്മാർ വന്ന് പ്രാർത്ഥിച്ചാലും കിട്ടാത്ത സന്തോഷം സഭയിലെ വിശ്വാസികൾ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവദാസനുണ്ട്. കാര്യം, നിങ്ങൾ മക്കളാണ്. നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കാൻ ദൈവദാസൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. എനിക്കറിയത്തില്ല കേട്ടോ, പരിശുദ്ധാത്മാവ് തരുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവദാസന്മാരുടെ ഹൃദയം നിങ്ങൾ നിമിത്തം ഞെരുങ്ങിപ്പോകരുത്, അത് നിങ്ങൾക്ക് നല്ലതല്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയാം, ഹല്ലേലൂയ, നിങ്ങളുടെ ദൈവദാസന്റെ വീട് ഇടയ്ക്കൊക്കെ വിസിറ്റ് ചെയ്യണം. ചുമ്മാ പോകരുത്. പൈസ ഉണ്ടെങ്കിൽ ഒരു ഓട്ടോ പിടിച്ച് നേരെ പലോഞ്ഞന കടയിലോട്ട് പോകണം. ഒരു 10 കിലോ അരിയും അതിനുള്ള സാധനങ്ങളും മേടിച്ച്, നല്ല മീനൊക്കെ മേടിച്ച്, അയ്യോ സ്തോത്രം, ഫാസ്റ്റ് കാണാൻ പോകണം ഇടയ്ക്ക്. സ്തോത്രം പറഞ്ഞാട്ടെ. നല്ല വിശേഷ ദിവസമൊക്കെ വരുമ്പോൾ പാസ്റ്ററിനും കുടുംബത്തിന് നല്ല ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കണം. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ഞാനിട്ടിരിക്കുന്ന ഷർട്ട് ഒരു 2800 രൂപയുടെ ഷർട്ടാണെന്ന് തോന്നുന്നു, ലൂയിസ് ഫിലിപ്പിൻ്റെ. ഇതെൻ്റെ ഒരു വിശ്വാസി എടുത്ത് തന്നാണ്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതൊക്കെ എടുക്കാൻ നമ്മുടെ കയ്യിൽ നിന്ന് വേണം. സ്തോത്രം പറഞ്ഞാൽ നിങ്ങളെല്ലാം ഞെട്ടിയിരിക്കുകയാണ്. നമ്മളെല്ലാം ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി ഇരിക്കുക അല്ലേ?
കർത്താവിന് അങ്ങോട്ടൂടെ കൊടുക്കണം. ഇവിടെ ഉണ്ടോ നിങ്ങൾ? ദൈവവുമായി വ്യക്തിപരമായി സംസാരിക്കുന്ന പ്രാർത്ഥന, അതിലോട്ട് നിങ്ങൾ കടന്നാലുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ തലങ്ങൾ മാറുന്ന നിങ്ങൾ അറിയത്തില്ല. ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശക്തിയോട് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ഈ കൈമതിലിടിഞ്ഞു കിടക്കുന്നു. ആലയത്തിന് ചുറ്റുമുള്ള മതിലിൽ, ഈ ആലയത്തിന് ചുറ്റും ഒരു മതിലുണ്ട്. ഈ മതിലിൽ 12 ഗോത്രത്തിനൊത്തവണ്ണം 12 വാതിലുണ്ട്. എത്ര വാതിലുണ്ട്? എല്ലാവരും പറഞ്ഞു, എത്ര വാതിലുണ്ട്? 12 വാതിലുകളുണ്ട്. ഈ 12 വാതിലുകളിലെ ഒന്നാമത്തെ വാതിലാണെന്തോന്ന് പറഞ്ഞേ? നമ്മൾ വായിച്ച വാക്യം എല്ലാവരും, ചിലരൊക്കെ ബൈബിൾ അടച്ചു, ബൈബിളൊക്കെ ചിലർ അടച്ചു വെച്ചു. കാര്യം അവർ സൂപ്പർ കമ്പ്യൂട്ടറാണ്, പറയുമ്പോൾ തന്നെ അവർക്ക് പെട്ടെന്ന് സ്തോത്രം അല്ലല്ലേ പറഞ്ഞാൽ. 12 വാതിലുകളിലെ ഒന്നാമത്തെ വാതിലാണെന്തോന്ന്? ആട്ടുവാതിൽ. എല്ലാവരും പറഞ്ഞേ, ആട്ടുവാതിൽ. അപ്പോൾ ഈ ആട്ടുവാതിൽ പണിതതാരെന്നറിയാമോ? പുരോഹിതന്മാരും ശ്രേഷ്ഠ പുരോഹിതന്മാരുമാണ് ഈ വാതിൽ പണിതത്. കരമുയർത്തി അല്ലല്ലേ പറഞ്ഞാട്ടെ. അപ്പൊ ഒന്നാമത്തെ വാതിൽ പണിയാൻ എല്ലാ പുരോഹിതന്മാരും ഉണ്ടായിരുന്നു. അല്ലല്ലേ പറഞ്ഞാട്ടെ. നിങ്ങൾ നോക്കിയേ, ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ എത്ര പേര് കൂടി വരും? സ്തോത്രം പറഞ്ഞാട്ടെ. രാവിലെ 9 മണി തൊട്ട് രാത്രി 9 മണി വരെ ത്രൂ നോൺ സ്റ്റോപ്പ് ആരാണെന്ന് പറഞ്ഞാൽ നമ്മൾ നിന്നെന്ത് ചെയ്യും? ആരാധിക്കും. ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പം വരുമായിരിക്കും. അതിൽ 30 മിനിറ്റിൽ 20 മിനിറ്റ് നമ്മൾ കോട്ടുവായിടും. പിന്നെ കൈചാഞ്ഞ് ക്ഷീണിച്ച് അടുത്തവരെ നോക്കി സമയം നോക്കി. അതിൽ പ്രാർത്ഥിക്കാൻ പിശാച് നമ്മളെ അനുവദിക്കത്തില്ല. കാര്യം എന്നറിയാമോ? പ്രാർത്ഥനയ്ക്കകത്താണ് നിന്റെ വിടുതലിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്കകത്താണ് നിന്റെ സർവ്വ വിടുതലും ദൈവം കരുതി വെച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഐക്യതയോടെ പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ പ്രാർത്ഥന ദൈവം തള്ളിക്കളയത്തില്ല. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ അവർ ഐക്യതയോടെ ഒന്നാമത്തെ വാതിൽ പണിയാൻ വന്നു. ബാക്കി 11 വാതിൽ പണിയാനും ഇവന്മാർ ഒരുമിച്ചിട്ടില്ല. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ഈ ഒന്നാമത്തെ വാതിൽ പണിയാൻ ഒരു സഭ, ഒരു ദൈവദാസൻ, ഒരു വിശ്വാസി തയ്യാറാകണം. ഒരു സഭയുടെ ഉത്തരവാദിത്തമാണ് ഒന്നാമത്തെ വാതിൽ പണിയാന്ന് പറഞ്ഞാൽ. വാതിൽ എന്ന് പറഞ്ഞാൽ യേശു തന്നെ എടുത്തു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. അല്ലല്ലോ പറഞ്ഞാട്ടെ, ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ എവിടെ എത്തും? നിത്യതയിലെത്തും. എന്നിലൂടെ കടക്കാത്തവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. ഞാൻ സാക്ഷാൽ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവർ ചുരുക്കമത്രേ. ഹല്ലേലൂയ. ഈ വാതിൽ ഇടുക്കവും ഞെരുക്കവുമാണ് ദൈവത്തിന്. പക്ഷേ എവിടെ എത്തും? നിത്യതയിലെത്തും. ഹല്ലേലൂയ. കഷ്ടതയുണ്ടോ, പ്രതികൂലമുണ്ടോ, പ്രയാസമുണ്ടോ, നീ പേടിക്കണ്ട. ഈ വാതിൽ ഉള്ളതാണ്. പക്ഷേ ഈ കഷ്ടതയും നെടുവീർപ്പും വേദനയും എന്നുമുള്ളതല്ല. ഈ വാതിലിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന. പക്ഷെ നീ എവിടെ എത്തും? നിത്യതയിലെത്തും. ഹല്ലേലൂയ. എവിടെ എത്തും? നിത്യതയിലെത്തും. ഇന്ന് രാത്രി സ്വർഗവുമായി ബന്ധമുള്ള ദൈവമക്കൾ കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു വരാൻ സമയമായി. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. പിന്മാറ്റത്തെ ഉപേക്ഷിക്കാം, അശുദ്ധിയെ എടുത്തു കളയാം, ആവശ്യം അഴുക്കാടുന്നത് എടുത്തു കളയാം, പക കളയാം, പിണക്കം കളയാം, അസൂയ കളയാം, നുണ കളയാം, അശുദ്ധമായതെല്ലാം വലിച്ചു കളയാം. യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഒന്നാമത്തെ വാതിൽ സുവിശേഷത്തിന്റെ വാതിലാണ്. അല്ലല്ലേ പറഞ്ഞാട്ടെ. ഇന്ന് സുവിശേഷം എന്ന വാതിൽ സഭകൾ മറന്നുപോയി. അല്ലല്ലേ പറഞ്ഞാട്ടെ. ഞാൻ തെറ്റു പറയും. നമ്മളൊരു യോഗം നടത്തിയാൽ നമ്മളൊരു നോട്ടീസ് അടിക്കും, കടന്നു വന്ന് അനുഗ്രഹം പ്രാപിപ്പിൻ. കർത്താവ് നമ്മളടുത്ത് പറഞ്ഞത് അങ്ങോട്ട് പോകാൻ. നമ്മൾ പറയുന്നത് ഇങ്ങോട്ട്.
നമ്മളൊരു വാതിൽ വെച്ചിട്ട് അവരെല്ലാം ഇങ്ങോട്ട്, നമ്മൾ അങ്ങോട്ട് ചെന്ന് വാതിൽ വെക്കാനാണ് കർത്താവ്. മനസ്സിലാവുന്നു നിങ്ങൾക്ക്? ഒരല്ലല് പറഞ്ഞാട്ടെ. ഇന്ന് സുവിശേഷ യോഗങ്ങളെല്ലാം ഉത്സവങ്ങളായി മാറിയിരിക്കുകയാണ്. എല്ലാ ആണ്ടുതോറും നടത്തി വരുന്ന ഉത്സവങ്ങളായി കൺവെൻഷൻ മാറുകയാണ്, സുവിശേഷ യോഗങ്ങൾ മാറുകയാണ്. ലക്ഷ്യം മറന്നുപോയിരിക്കുന്നു. ലക്ഷങ്ങൾ മുടക്കി സുവിശേഷ യോഗങ്ങൾ നടത്തിയിട്ടും ആത്മാക്കൾ വെളിപ്പെടുന്നില്ല. കാര്യം എന്താ? അവിടെ എന്ത് വെക്കുന്നില്ല? സുവിശേഷം എന്ന യേശു എന്ന വാതിലില്ല. യേശു എന്ന വാതിലുണ്ടെങ്കിൽ അതിനകത്തുകൂടെ ചിലത് ഇടിച്ചു കയറും. ഹല്ലേലൂയ. ഈ രാത്രി ഒരു ദൂത് പറയാം. ഈ ദേശത്ത് അനേകർ യേശു ക്രിസ്തു എന്ന വാതിലൂടെ ഇനിയും അകത്ത് കയറാനുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കയറി നമ്മളെന്തായാലും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കരുത്. ഒരല്ലേ പറഞ്ഞാടേ. ഒരു സുവിശേഷത്തിന്റെ കോളിംഗ് കൂടെ നിങ്ങൾക്ക് തരികയാണ്. നമ്മൾ ഓരോരുത്തരും സുവിശേഷ വേലക്കാരായി മാറണം. നമ്മൾ ഓരോരുത്തരും ആത്മാക്കളെ നേടുന്നവരായി മാറണം. നമ്മൾ ഓരോരുത്തരും സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നവരായി മാറണം. ഇന്ന് രാത്രി സഭ വളരട്ടെ, സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. ആയിരങ്ങൾ ദിവസങ്ങളിൽ ഈ വാതിലിലൂടെ, യേശു എന്ന വാതിലൂടെ അകത്തു കയറട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ ദൈവം. അപ്പോൾ ഒന്നാമത്തെ വാതിൽ എന്താണ്? സുവിശേഷത്തിന്റെ വാതിലാണ്. ഈ വാതിൽ നമ്മൾ ദേശത്ത് വെച്ചേ മതിയാകും. പൗലോസ് പറഞ്ഞത്, സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. എന്താണ്? സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നിങ്ങൾക്ക് ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു നടന്ന സംഭവം പറയാം. ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ നടന്നൊരു സംഭവം. ഒരിക്കൽ ഒരു മനുഷ്യനെ ഒരു കൊലക്കുറ്റത്തിന് തൂക്കിക്കൊല്ലാൻ വിധിച്ചു. എന്ത് ചെയ്തു? തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അദ്ദേഹത്തിന് ഒരു ഭാര്യയും ഒരു കൊച്ചുമുണ്ട്, പെൺകൊച്ചുമുണ്ട്. അവർ താമസിക്കുന്നത് തിരുവനന്തപുരത്ത് ഉരുട്ടമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അല്ലല്ലോ പറഞ്ഞാട്ടെ. അപ്പോൾ ഈ തൂക്കിക്കൊല്ലുന്ന വിധി വന്നതിന് ശേഷം തിരുവനന്തപുരത്ത് ഗവർണർ വന്നപ്പോൾ ഈ തൂക്കിക്കൊല്ലുന്ന മനുഷ്യന്റെ ഭാര്യയും കൊച്ചും കൂടെ ഗവർണറെ ചെന്ന് കണ്ട് കാല് പിടിച്ച് കരഞ്ഞ്, സ്തോത്രം, ഈ തൂക്കിക്കൊല്ലുന്ന അനുഭവത്തിൽ നിന്ന് വിടുവിക്കണമെന്ന് പറഞ്ഞ ഒരു അപേക്ഷയെ കൊടുത്ത് കരയാൻ തുടങ്ങി. ആ ഗവർണർ മനസ്സലിവ് തോന്നി, രാഷ്ട്രപതിയെ കണ്ട് ഇദ്ദേഹത്തിൻ്റെ കാര്യം സംസാരിച്ച് ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, അദ്ദേഹത്തിൻ്റെ തൂക്കിക്കൊല്ലുന്ന വിധിയിൽ നിന്ന് മോചിതനാകുവാൻ ഉത്തരവ് വന്നു. അങ്ങനെ IG ഓഫീസിൽ അതിൻ്റെ ആവശ്യം, ഹല്ലേലൂയ, മെസ്സേജ് വന്നു. IG ഓഫീസിൽ നിന്ന് ദൈവത്തിൻ്റെ സ്തോത്രം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഈ തൂക്കിക്കൊല്ലും, അതായത് നാളെ രാവിലെ 5 മണിക്ക് എന്ത് ചെയ്യും? തൂക്കിക്കൊല്ലും. ഇന്ന് രാവിലെ 10 മണിക്ക് ഈ തൂക്കിക്കൊല്ലുന്ന മാറ്റുന്ന വിധിയുള്ള പേപ്പർ കൊണ്ട് ഒരു പോലീസുകാരനെ പൂജപ്പുര സെൻട്രൽ ജയിലിലോട്ട് അയച്ചു. അദ്ദേഹം പോകുന്ന പോക്കിൽ തൻ്റെ ഭാര്യയെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് വീട്ടിലോട്ട് പോയി. കയ്യിലെന്തോ ഇരിപ്പുണ്ട്? തൂക്കിക്കൊല്ലുന്ന വിധിയെ മാറ്റുന്ന ലെറ്റർ ഇരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം വീട്ടിലോട്ട് ചെന്ന് ഒന്ന് കുളിച്ച് വിശ്രമിച്ച് ആഹാരമെല്ലാം കഴിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, എന്തായാലും വന്നതല്ലേ, കുറച്ച് വിശ്രമിച്ച് ഉറങ്ങിയിട്ട് പോയാൽ മതി, 2 മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ട് പോ. അദ്ദേഹം നടന്ന ക്ഷീണം കൊണ്ട് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. എഴുന്നേറ്റത് പിറ്റേന്ന് രാവിലെ 8 മണിക്കാണ്. ദൈവത്തിന് സ്തോത്രം. ഇദ്ദേഹം നേരെ ഓടി പിടിച്ച് സെൻട്രൽ ജയിലിൽ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ ഈ ലെറ്റർ കൊണ്ട് കൊടുത്തു. ഹല്ലേലൂയ. ആ ഉദ്യോഗസ്ഥൻ പൊട്ടിച്ച് വായിക്കുമ്പോൾ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പേ രാവിലെ 5 മണിക്ക് തൂക്കിക്കൊന്ന മനുഷ്യന്റെ തൂക്കിക്കൊല്ലുന്ന ആ ഉത്തരവിനെ റദ്ദായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ തൂക്കുകയർ മാറ്റുന്ന ലെറ്റർ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ. അദ്ദേഹം അറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് നമ്മളോടുകൂടെ പഠിക്കുന്നവർ, നമ്മളോടുകൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ രക്തബന്ധങ്ങൾ, അനേകർ നിത്യ നരകത്തിൻ്റെ കൊലക്കയറുമായി നിൽക്കുമ്പോൾ അവരുടെ കുലക്കയർ മാറ്റുന്ന വിധിയാണ് സുവിശേഷത്തിൻ്റെ കത്തുമായി ദൈവം നമ്മളെ
നിർത്തിയിരിക്കുന്നത്. ഇത് ഉദാസീനതയോടെ ചെയ്യരുത്. ഇന്ന് രാത്രി അനേകരുടെ കുലക്കയറ് മാറാൻ, അനേകരുടെ മരണം മാറാൻ, അനേകരുടെ നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കേവലം ഒരു വിശ്വാസിയായി, കേവലം ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയായി നീ മാറാതെ നിന്റെ കയ്യിലിരിക്കുന്ന യേശുവിന്റെ നാമത്തിന്റെ വില എന്താണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് യേശുവിന്റെ സുവിശേഷത്തിന്റെ വക്താക്കളായി നമ്മൾ മാറണം. ഹല്ലേലൂയ. നമ്മുടെ ദേശത്തിൽ അനേകരുടെ നരകത്തിന്റെ വിധി മാറ്റുന്ന ലെറ്ററാണ് നമ്മുടെ കയ്യിരിക്കുന്ന സുവിശേഷം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കണക്ക് നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ പറയേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയാം, യേശുക്രിസ്തു എന്ന വാതിൽ, ഈ വാതിലൂടെ മാത്രമേ അകത്ത് കയറുവാൻ സാധ്യതയുള്ളൂ. ഇനി ഈ വാതിൽ പണിതത് രണ്ട് കാര്യത്തിനാണ്. ഞാൻ ശ്രദ്ധിക്കണം, എന്തിനാണ്? രണ്ട് കാര്യം. അതുകൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. നാളെ നമുക്ക് ബാക്കി ഭാഗം ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വാതിൽ പണിത്. ഒന്ന്, ദൈവത്തിന് സ്തോത്രം, ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ആലയത്തിൽ വരുമ്പോൾ എങ്ങനെ വരുന്നത്? നമ്മളെപ്പോലെ കൈവീശിയല്ല. ചിലരൊക്കെ വരുന്നത് ബൈബിളൊക്കെ കവറിൽ പൊതിഞ്ഞ്, സ്തോത്രം, അടുത്ത വീട്ടിൽ തങ്കം വെച്ചു എവിടെ പോകുന്നു, ദോ അതുവരെ പള്ളി പോകുന്നു അറിയത്തില്ല, അല്ലെങ്കിൽ പറഞ്ഞാട്ടെ, എന്നാൽ കക്കൂസ് കിട്ടത്തില്ല. എന്ത് തരത്തില്ല? കക്കൂസിൻ്റെ ലോണ് തരത്തില്ല. സർക്കാരിനെ പേടിയാണ്, അല്ലെങ്കിൽ പറഞ്ഞാട്ടെ, വീടിൻ്റെ ലോണ് കിട്ടത്തില്ല. അതുകൊണ്ട് ബൈബിളെല്ലാം പൊതിഞ്ഞ് പറക്കി, സ്തോത്രം പറഞ്ഞാട്ടെ, ഇത് അതുവരെ പോകുന്നു. നീ സത്യം പറ, ആരാധനയ്ക്ക് പോകുന്നെന്ന്. ലോണ് പോട്ടെ, തമ്പുരാൻ നിനക്ക് നല്ല മനോഹരമായ വീട് തരും. നീ ചിലത് ത്യജിക്കാൻ തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. ഇസ്രായേൽ ജനം ദൈവാലയത്തിൽ വരുമ്പോൾ അവർ ചുമ്മാ അല്ല വരുന്നത്, അവർ കയ്യിൽ ഒരു യാഗവസ്തു ഉണ്ടാകും. എന്തുണ്ടാകും? ഒരു യാഗവസ്തു. പഴയ നിയമത്തിലൊരു വ്യക്തി ആലയത്തിലേക്ക് വന്നാൽ അറിയാം അവന് എന്ത് ടൈപ്പ് പാപം ചെയ്തിട്ട് കയ്യിരിക്കുന്ന യാഗവസ്തുവിനെ കണ്ടറിയാം ഇവൻ എന്തോ പാപം ചെയ്തിട്ട്. ഇന്ന് നമ്മൾ ആലയത്തിൽ വരുന്ന ആരെങ്കിലും പറഞ്ഞ് അറിയാമോ? അല്ലല്ലേ പറഞ്ഞാട്ടെ, ഇവിടെ ഉണ്ടോ നിങ്ങൾ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു പക്ഷേ ഭർത്താവിനെ കുനിച്ചു നിർത്തി രണ്ട് ഇടിയും കൊടുത്തിട്ടായിരിക്കും ആര് വരുന്നത്? സഹോദരി പള്ളിയിൽ. നമ്മുടെ പെന്തിക്കോസിലുണ്ട് ഭർത്താക്കന്മാരെ അടിക്കുന്നവർ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഞാനൊരിക്കൽ ഷാർജയിൽ, ദുബായ് ഷാർജയിൽ ഒരു യോഗം കഴിഞ്ഞ് എന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയി. ഒരു വലിയ ഫ്ലാറ്റ്. അപ്പോൾ അമ്മാമ്മ അകത്ത് അടുക്കളയിൽ ആഹാരം എടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനും അവിടുത്തെ അച്ഛനും കൂടെ മെയിൻ ഹാളിലിരുന്ന് ദൈവത്തിൻ്റെ സ്തോത്രം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു, ഞാനൊരു കാര്യം കാണിച്ചു തരാം. അപ്പം ഞാൻ വിചാരിച്ചു പുതിയ ഫ്രിഡ്ജോ അലമാര പോലത്തെ ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ ഇപ്പം, അല്ലേ? വലിയ TV, ഇലക്ട്രിക് എന്തോ ആയിരിക്കും. ഞാനിങ്ങനെ പ്രതീക്ഷയോടിരിക്കുമ്പോൾ പുള്ളി എഴുന്നേറ്റ് നിന്ന് ഷർട്ട് പൊക്കി പുറകെ കാണിച്ചു. ഞാൻ നോക്കിയപ്പോൾ പോമറയും പട്ടി കടിച്ച് കീറിയതുപോലെ. ഞാൻ എന്താ കാര്യം? ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഇന്നലെ രാത്രി അവക്ക് ദേഷ്യം വന്നപ്പോൾ എന്നെ കടിച്ചതാണ്. സ്തോത്രം. ദേഷ്യം വന്നപ്പോൾ സ്തോത്രം അല്ലല്ലേ പറഞ്ഞാട്ടെ. ഞാൻ വേറൊരു യോഗത്തിന് പോയപ്പോൾ ഒരു സഹോദരൻ എന്നെ കഴുത്ത് കാണിച്ചു, ഈ നഖം കൊണ്ട് അള്ളി കീറി വെച്ചിരിക്കുക. പുള്ളിക്കാരിക്ക് ദേഷ്യം വന്നപ്പോൾ അള്ളി കീറി വെച്ചു. പെന്തിക്കോസിലുണ്ട് ഭർത്താക്കന്മാരെ അടിക്കുന്ന സഹോദരിമാർ. ഇന്ന് കൊണപ്പെട്ടോണം. ദൈവത്തിന് സ്തോത്രം അല്ലല്ലേ പറഞ്ഞാട്ടെ. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഇന്ന് രാവിലെ പള്ളിയിൽ നൃത്തം ചെയ്ത് ആരാധിച്ചതോ? ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ചുമ്മാ പാസ്റ്ററെ, വെറും അഭിനയമാണ്. സത്യത്തിൽ നമ്മുടെ പല പ്രാർത്ഥന അഭിനയമല്ലേ? നമ്മുടെ പല ആരാധന അഭിനയമല്ലേ? നമ്മുടെ പല പ്രസംഗവും അഭിനയമല്ലേ? ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് അഭിനയം വേണ്ട, ദൈവത്തിന് അനുഭവമാണ് ആഗ്രഹം. ഇന്ന് രാത്രി അഭിനയിക്കുന്ന
അഭിനയിക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമല്ല. അഭിനയിക്കുന്നവരെ ദൈവത്തിന് വേണ്ട. മനസ്സ് തുറന്നു പറ, തെറ്റ് വന്നുപോയി, എന്നോട് ദൈവമേ ക്ഷമിക്കണമേ എന്ന്. സ്തോത്രം, ഹല്ലേലൂയ. യാഗവസ്തുവിനെ കൊണ്ടുവന്ന് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾക്ക് പരിഹാരമായി യാഗമർപ്പിക്കാൻ യാഗവസ്തുവിനെയും കൊണ്ടുവരുന്ന വാതിലാണെന്തോന്ന്? ആട്ടുവാതിക്കൽ. അല്ല, വേറെ ഒരു വാതിലൂടെ കയറാൻ പാടില്ല. ഈ വാതിലൂടെ മാത്രമേ ഈ യാഗവസ്തുവിനെയും കൊണ്ടുവരാൻ പാടുള്ളൂ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവാലയത്തിൽ വരുമ്പോൾ, ഏത് പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴും നമ്മളിൽ നടക്കേണ്ട ഒന്നാമത്തെ കാര്യം അന്യഭാഷയല്ല, കൈവടിയല്ല, തുള്ളലല്ല, ചാട്ടമല്ല. അതിലുപരിയായി നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം ഉണ്ടാകണം. ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകണം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഈ രാത്രി ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ശുദ്ധീകരണമാണ്, നമ്മുടെ ക്രമീകരണമാണ്. ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഒരു ശുദ്ധീകരണം ഈ രാത്രി ഉണ്ടാകട്ടെ. ആട്ടുവാതിലിന്റെ ഒന്നാമത്തെ പ്രത്യേകത, യാഗമർപ്പിക്കുവാൻ യാഗവസ്തുവിനെ കൊണ്ടുവരുന്ന വാതിലാണ് ആട്ടുവാതിൽ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി ഒരു ശുദ്ധീകരണം ഉണ്ടാകട്ടെ, ഒരു ക്രമീകരണം ഉണ്ടാകട്ടെ. പിന്മാറ്റങ്ങളെല്ലാം വലിച്ചു കളയാം. ഇന്ന് രാത്രി ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത എല്ലാ പ്രവൃത്തികളും നമുക്ക് കളയാം. ഇന്ന് രാത്രി അശുദ്ധമായതെല്ലാം വലിച്ചു കളയാം. ദൈവത്തിന് സ്തോത്രം. ഒരു യാഗമായി ദൈവത്തിന്റെ മുൻപിൽ നമുക്ക് സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരിക്കലും ഒരു വീട്ടിന്റെ സൈഡിൽ ഒരു വലിയ ആൽമരം വളർന്നു പൊങ്ങി. ആൽമരം. അപ്പോൾ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചേട്ടൻ പറഞ്ഞു, ഈ ആൽമരം നിങ്ങളുടെ വീടിന് ഭയങ്കര ദോഷമാണ്, അതിനെന്ത് ചെയ്യണം? വെട്ടിക്കളയണം. ഒന്നുകിൽ വേരോടെ മുറിച്ച് കളയണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ശിഖരങ്ങൾ വെട്ടി അതിൻ്റെ വെയിറ്റ് കുറയ്ക്കണം. വീട്ടുടമസ്ഥൻ ഒരു വലിയ വാക്കത്തി എടുത്തുകൊണ്ട് നേരെ ആലിലോട്ട് വലിഞ്ഞു കയറി. ശിഖരങ്ങൾ മുറിക്കാനാണ് കയറിയത്. പുള്ളി എന്നിട്ട് 2 ഇലയും പറിച്ചുകൊണ്ട് ഇറങ്ങി പോന്നു. എത്ര 2 ഇല. ഈ 2 ഇല പറിക്കുന്ന പരിപാടിയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തല്ല അവിടെ നിൽപ്പുണ്ട്, നമുക്കിഷ്ടമുള്ള 2 ഇലയും പറിച്ചുകൊണ്ട് നമ്മളെന്നും വീട്ടിൽ പോകുന്നുണ്ട്. എനിക്കൂടെ 40 ദിവസത്തെ പ്രാർത്ഥന അല്ലേ? കഴിഞ്ഞ 40 ദിവസത്തെ പ്രാർത്ഥനയിടയിൽ ഈ ഇല പറിക്കുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്തതെങ്കിൽ അത് നിർത്തിയിട്ട് ദൈവത്തിന് ഇഷ്ടമില്ലാതെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന സകല പാപത്തിൻ്റെ ശിഖരങ്ങളെയും ഇന്ന് രാത്രി വെട്ടാൻ ഇന്ന് രാത്രി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു വലിയ ഉണർവ് നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി അനുദപിക്കാൻ തയ്യാറാകണം. ദൈവത്തോട് പാപം ചെയ്തെങ്കിൽ, വചനം അനുസരിക്കാതിരുന്നെങ്കിൽ, അശുദ്ധി വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് ദൈവത്തോട് ക്ഷമ ചോദിച്ച് ഒരു ശുദ്ധീകരണം പ്രാപിക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ജീവിത ശൈലികൾ നമ്മുടെ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കാൻ നമ്മൾ തയ്യാറാകണം. കർത്താവേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്നെ ഒന്ന് കഴുകണമേ, എന്നെ ഒരു ദൈവ പൈതലാക്കി മാറ്റണമേ. എൻ്റെ അകവും പുറവും ഒരുപോലെ ശുദ്ധീകരിക്കപ്പെടാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് ദൈവത്തോട് ഏറ്റു പറയണം. ദൈവത്തിന് സ്തോത്രം. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത, ഈ യാഗവസ്തുവിനെയും കൊണ്ട് ഈ വാതിലൂടെയാണ് കടക്കുന്നത്. അത് രണ്ടാമത്തെ കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. ഈ വാതിലിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, ദൈവാലയത്തിൽ ആരാധിക്കുന്ന ഒരു വലിയ സംഘമുണ്ടായിരുന്നു. ഒരു മാസ്ക് സ്ക്വയർ തന്നെ ദൈവാലയത്തിൽ ദാവീദിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 480 ഉപകരണങ്ങൾ, സംഗീത ഉപകരണങ്ങൾ വായിക്കുന്ന സംഗീത പ്രമാണിമാരുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ആ സംഗീത പ്രമാണിമാർ സംഗീത ഉപകരണവും കൊണ്ട് കയറിയ വാതിലാണെന്ന് തോന്നുന്നു ഈ ആട്ടുവാതിൽ. അല്ലേ പറഞ്ഞാട്ടെ. 2 കാര്യം. 1, യാഗവസ്തുവിനെയും കൊണ്ട് കയറാൻ. 2, സംഗീത ഉപകരണങ്ങളുമായി അകത്ത് കയറാൻ. പക്ഷെ നിങ്ങൾക്കറിയോ, യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ, നെഹമ്യാവിൻ്റെ കാലഘട്ടത്തിൽ യാഗമുണ്ടായിരുന്നു, സംഗീതമുണ്ടായിരുന്നു, നൃത്തമുണ്ടായിരുന്നു, ആനന്ദമുണ്ടായിരുന്നു, യാഗമുണ്ടായിരുന്നു. പക്ഷെ യേശുവിൻ്റെ കാലഘട്ടം എത്തിയപ്പോൾ, യേശു അവിടെ വരുമ്പോൾ അവിടെ യാഗമില്ല, സംഗീതമില്ല, നൃത്തമില്ല,
നൃത്തമില്ല, ആനന്ദമില്ല. മറിച്ച് യേശുവിന് കാണാനും കേൾക്കാനും കഴിയുന്നതാണ് ഒരു കൂട്ടം ധീനാരോഗികളുടെ ധീനാരോധനമാണ്. കുഷ്ഠരോഗികളുടെയും മുടന്തന്മാരുടെയും ചെകിടരുടെയും കുഷ്ഠരോഗികളുടെയും ധീനാരോധനമാണെന്ന് പറഞ്ഞാൽ നെഹമ്യാവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതെല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആത്മീക ചൈതന്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, വിശുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു, വേർപാട് നഷ്ടപ്പെട്ടിരിക്കുന്നു, ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു, പ്രാർത്ഥന നഷ്ടപ്പെട്ടിരിക്കുന്നു, വെളിപ്പാട് നഷ്ടപ്പെട്ടിരിക്കുന്നു, കൃപാവരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, വ്യാഖ്യാനവരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, വിളക്ക് കെട്ടുകിടക്കുന്നു, ദീപമില്ല, ഇരുൾ പിടിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി നെഹമ്യാവിന്റെ കാലഘട്ടത്തുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടെങ്കിലും നഷ്ടപ്പെട്ടതിനെ മടക്കി കൊടുക്കാൻ യേശു ആ കുളത്തിന്റെ അരികിലേക്ക്, ആ വാതിലിലേക്ക് അന്ന് ഇറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രിയിൽ ആട്ടുവാതിലിലേക്ക് യേശു ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രി നഷ്ടപ്പെട്ടു പോയതിനെ ഇന്ന് രാത്രി സ്വർഗം നിനക്ക് മടക്കി തരും. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയതിനെ ഈ രാത്രി സ്വർഗം മടക്കി തരാൻ ആഗ്രഹിക്കുന്നു. നിന്റെ സമാധാനം നഷ്ടപ്പെട്ടോ, നിന്റെ സന്തോഷം നഷ്ടപ്പെട്ടോ, നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടോ, നിന്റെ കുടുംബജീവിതം നഷ്ടപ്പെട്ടോ, നിന്റെ തലമുറകൾ നഷ്ടപ്പെട്ടോ, നിന്റെ കൃപാവരങ്ങൾ നഷ്ടപ്പെട്ടോ, നിന്റെ വെളിപ്പാട് നഷ്ടപ്പെട്ടോ, ആത്മാവിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടോ, പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടോ, ഇന്ന് രാത്രി സ്വർഗം ചിലതിനെ മടക്കി തരാൻ ആഗ്രഹിക്കുകയാണ്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. എത്ര പേർ ആഗ്രഹിക്കും നഷ്ടപ്പെട്ടത് എനിക്ക് ദൈവം മടക്കി തരണം? ഹല്ലേലൂയ. ഇന്ന് രാത്രി നഷ്ടപ്പെട്ടത് മടക്കി തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. 2024 മാർച്ച് മാസം 28-ാം തീയതി രാത്രി സ്വർഗം പറയുന്നു, നിങ്ങളോട്, സഭയോട് ദൂത് പറയുന്നു, നഷ്ടപ്പെട്ടതിനെ ഈ രാത്രി സ്വർഗം മടക്കി തരാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അമോലിയക്കാർ അപകരിച്ചതെല്ലാം ദാവീദ് വീണ്ടുകൊണ്ടു. ഹല്ലേലൂയ. തന്റെ ഭാര്യ, മക്കൾ, ആടുമാടുകൾ, സമ്പത്ത് സകലതും അമോലിയക്കാർ അപകരിച്ചിട്ട് ദാവീദിന്റെ പട്ടണമാകുന്ന സിക്ലാഗിനെ തീ വെച്ച് നശിപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ദാവീദ് അവിടെ നിൽക്കുന്നത്, ദാവീദോ വളരെ കഷ്ടത്തിലായി, ബലമില്ലാതെ വണ്ണം അവൻ ഉറക്കെ കരഞ്ഞു. എന്നിട്ട് ദൈവത്തോട് ഒരാലോചന ചോദിച്ചു, ഈ പരീക്ഷയെ ഞാൻ പിന്തുടരണമോ? കർത്താവ് പറഞ്ഞു, പിന്തുടരുക, നീ സകലതും വീണ്ടുകൊള്ളും. ഇന്ന് രാത്രിയിൽ നഷ്ടപ്പെട്ടതിനെ മടക്കി തരാൻ ദാവീദിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തരാൻ ഇന്ന് രാത്രി സ്വർഗം ആഗ്രഹിക്കുന്നു. ആ കണ്ണുകൾ ഇന്ന് രാത്രി അടയട്ടെ, കരങ്ങൾ അടിച്ചു ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ചില മിനിറ്റുകൾ അഭിഷേകത്തിൽ ഒന്ന് ആരാധിക്കാം. ഈ രാത്രി നഷ്ടപ്പെട്ടു പോയതിനെ സ്വർഗം മടക്കി തരാൻ പോകുകയാണ്. ആ കരങ്ങൾ അടിച്ച് ശക്തിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. താങ്ക് യു ജീസസ്. ഓ റഖബ ശംദ റഖബ ലഗദുറ ബലബല. എല്ലാ കരങ്ങളും അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ചിലതിനെ മടക്കി തരാൻ പോകുകയാണ്. നിന്റെ സമാധാനത്തെ മടക്കി തരാൻ പോകുകയാണ്. നിന്റെ സമ്പത്തിനെ മടക്കി തരാൻ പോകുകയാണ്. നഷ്ടപ്പെട്ടു പോയ നിന്റെ സമ്പത്തിനെ മടക്കി തരാൻ പോകുകയാണ്. നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിലെ സകലത ഇന്ന് രാത്രി മടക്കി തരാൻ പോകുകയാണ്. ഈ ദൂത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ഒന്ന് ദൈവസനെ എഴുന്നേറ്റ് ആരാധിച്ചാട്ടെ. എല്ലാവരും ദൈവസനെ ഒന്ന് എഴുന്നേറ്റാട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഈ രാത്രി